എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഞാൻ സൂരജ്. 24/5/2024 നടന്ന ഷീറ്റ് മെറ്റൽ ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ എക്സാമുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫെറസ് മെറ്റീരിയൽ? ഫെറസ് മെറ്റീരിയൽ അല്ലാത്ത തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. തന്നിരിക്കുന്നതിനകത്ത് ഫെറസ് മെറ്റീരിയൽ അല്ലാത്ത ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു മെറ്റീരിയൽ ഉണ്ട്. അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷനിലേക്ക് വരാം. ഓപ്ഷൻ 1 കൊടുത്തിരിക്കുന്നത് കോൺസ്റ്റന്റാൻ ആണ്, 2 സ്റ്റീൽ കൊടുത്തിട്ടുണ്ട്, 3 കാസ്റ്റ് അയൺ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ഓക്കെ, ഫെറസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാനകത്ത് അയൺ കണ്ടന്റ് ഉള്ളതിനെയൊക്കെ നമ്മൾ ഫെറസ് മെറ്റീരിയൽ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോൾ സ്റ്റീൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയണും കാർബണും ആണ്. അതുപോലെ തന്നെ കാസ്റ്റ് എന്ന് പറയുന്നത് അയണും കാർബണും ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റീലിന്റെ ഒരു അലോയി ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് അല്ലെ. ക്രോമിയം ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു അലോയി ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് എന്തായിരിക്കും? ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക കോൺസ്റ്റന്റാൻ ആണ് അല്ലെ. കോൺസ്റ്റന്റാൻ. അപ്പൊ കോൺസ്റ്റന്റാൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം, കോൺസ്റ്റന്റാൻ എന്ന് പറയുന്നത് ഒരു അലോയി ആണ് അല്ലെ. എന്തിന്റെ അലോയി ആണ്? കോൺസ്റ്റന്റാൻ എന്ന് പറയുന്നത് എന്തിന്റെ അലോയി ആണ്? സോ കോൺസ്റ്റന്റാൻ എന്ന് പറയുന്നത് നിക്കൽ കോപ്പർ ബേസ്ഡ് അലോയി ആണ് അല്ലെ. നിക്കൽ കോപ്പർ ബേസ്ഡ് അലോയി ആണ് കോൺസ്റ്റന്റാൻ എന്ന് പറയുന്നത്. അതൊരു നോൺ ഫെറസ് മെറ്റൽ അല്ല, നോൺ ഫെറസ് മെറ്റൽ ആണ് അല്ലെ. നോൺ ഫെറസ് മെറ്റൽ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? നോട്ട് എ ഫെറസ് മെറ്റൽ. ഫെറസ് മെറ്റൽ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ബാക്കിയുള്ളതെല്ലാം സ്റ്റീൽ ആയിക്കോട്ടെ, കാസ്റ്റ് അയൺ ആയിക്കോട്ടെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിക്കോട്ടെ, എല്ലാം നമ്മളുടെ ഫെറസ് മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു നോൺ ഫെറസ് മെറ്റീരിയൽ ആണ്. നിക്കലും കോപ്പറും ചേർന്നിട്ടുള്ള അല്ലെ, നിക്കൽ കോപ്പർ ആയിട്ടുള്ള കോപ്പർ അലോയി ആണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഹൈ റെസിസ്റ്റിവിറ്റി ഒക്കെ ഉള്ള നമ്മൾ ഇലക്ട്രിക്കൽ പർപ്പസുകൾ, ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് കോൺസ്റ്റന്റാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഗ്രേ കാസ്റ്റ് അയൺ കൺസിസ്റ്റ് ഓഫ് ഡാഷ്. ഗ്രേ കാസ്റ്റ് അയൺ കൺസിസ്റ്റ് ഓഫ് ഡാഷ്. അപ്പൊ കാസ്റ്റ് അയണിനകത്ത് നമുക്കറിയാം അയണും കാർബണുമാണ് പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ അല്ലെ. അയണും കാർബണുമാണ്. അപ്പൊ അയൺ കാർബൺ അലോയി ആണ് നമ്മളുടെ സ്റ്റീൽ ആയിക്കോട്ടെ, കാസ്റ്റ് അയൺ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ ചോദ്യം കാസ്റ്റ് അയണിനകത്ത് തന്നിരിക്കുന്ന കാർബൺ കണ്ടന്റിന്റെ പെർസെന്റേജ് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 3.2 to 4.2%. ഓപ്ഷൻ ബി 0.2 to 0.6%. ഓക്കെ, അതുപോലെ തന്നെ ഓപ്ഷൻ സി 0.3 to 0.8%. ഓപ്ഷൻ ഡി 2.5 to 3.8%. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് നൽകാം 2.5 to 3.8% എന്നുള്ള റേഞ്ചാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ഡി നമുക്ക് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. കാര്യം നമുക്കറിയാം കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് അയണും കാർബണും, അയൺ കാർബൺ അലോയി ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതിനകത്ത് അതിന്റെ ഒരു പെർസെന്റേജ് റേഞ്ച് വരുമ്പോൾ കാസ്റ്റ് അയൺ ആകുമ്പോൾ 2 to 4% കാർബൺ ആണ് അല്ലെ. 2 to 4%, അതായത് അപ് ടു 2% എന്ന് പറയുന്നത് സ്റ്റീൽ ആണെന്നുള്ളത് നമുക്കറിയാം. 2 to 4%, 2 മുകളിലേക്ക് കാർബൺ കണ്ടന്റ് അത് ഗ്രാഫൈറ്റ് ഫോമിലാണ് കാണപ്പെടുന്നത്. മറ്റ് എലമെന്റ്സ് ലൈക്ക് മഗ്നീഷ്യം, അതുപോലെ തന്നെ ഫോസ്ഫറസ് ഒക്കെ നമ്മളുടെ കാസ്റ്റ് അയണിന് വേണ്ടുന്ന പ്രോപ്പർട്ടീസ് കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. സൾഫർ എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ കൂടുതൽ ബ്രിട്ടിലും ഹാർഡും ആക്കാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മളുടെ കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ഫോമിലാണ് കാണപ്പെടുന്നത്. അപ്പൊ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ആ കാസ്റ്റ് അയണിനകത്തുള്ള കാർബണിന്റെ പെർസെന്റേജ് അപ് ടു 2% എന്ന് പറയുന്നത്, അയണിനകത്ത് കാർബൺ അപ് ടു 2% ആണെങ്കിൽ സ്റ്റീലാണ്. അതല്ല 2 മുകളിലാണ്, 2 to 4% ആണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് അയൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ നമ്മളുടെ ഉത്തരത്തിൽ ആ ഒരു റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് 2 to 4% അടുത്ത് നിൽക്കുന്നത് 2.5 to 3.8% കാർബൺ ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ക്രോം വനേഡിയം സ്റ്റീൽ? ക്രോം വനേഡിയം സ്റ്റീലുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമ്മളുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ക്രോം വനേഡിയം സ്റ്റീൽ കണ്ടെയ്ൻ 0.26% കാർബൺ, 0.92% ക്രോമിയം, 0.2% വനേഡിയം എന്ന് പറയുന്നു. സോ അത് നമുക്കറിയാം, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. റേഞ്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ: ക്രോമിയം ആൻഡ് വനേഡിയം ആർ ആഡഡ് ടു ഇൻക്രീസ് ദ ഹാർഡനബിലിറ്റി അല്ലെ. നമ്മളുടെ പറഞ്ഞ രീതിയിൽ സ്റ്റീലിലേക്ക് ക്രോമിയം വനേഡിയം ഒക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കൂടുന്നു? ഹാർഡനബിലിറ്റി കൂടുന്നു. അത് റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി: യൂസ്ഡ് ഫോർ മേക്കിംഗ് ആക്സിൽസ് ആൻഡ് ഷാഫ്റ്റ് ഓഫ് ഓട്ടോമൊബൈൽ, എയ്റോപ്ലെയിൻ ആൻഡ് ലോക്കോമോട്ടീവ്സ് അല്ലെ. ഇത്തരത്തില് ഓട്ടോമൊബൈൽ, എയ്റോപ്ലെയിൻ, ലോക്കോമോട്ടീവ്സിന്റെ ഒക്കെ ഷാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതും നമുക്ക് പറയാം, അതും റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ ഓപ്ഷൻ ബി ഓൾ ഓഫ് ദി എബോവ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക.
ഓക്കെ, സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇത് ക്രോം വനേഡിയം സ്റ്റീലുമായി ബന്ധപ്പെട്ട് നോക്കി ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ. സോ നമ്മളുടെ ആ ഒരു കൊറോഷൻ റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. നമുക്കറിയാം ക്രോമിയം ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് കൊറോഷൻ റെസിസ്റ്റൻസ് കൂടുന്നു, അതുപോലെ തന്നെ ടഫ്നെസ്, അതുപോലെ തന്നെ ഹാർഡനബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ റേഞ്ച്, നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന റേഞ്ച് നമ്മളുടെ ആ ഒരു 0.5 to 1.5% ക്രോമിയം, അതുപോലെ തന്നെ 0.15 to 0.3% വനേഡിയം, 0.13 to 1.1% കാർബൺ ആണ് കൊടുത്തിരിക്കുന്നത്. സോ സംവാട്ട് റേഞ്ച് സിമിലർ ആണ്. സോ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഷാഫ്റ്റ് ആൻഡ് ഡ്രോപ്പ് ഫോർജ് കമ്പോണന്റ് അല്ലെ. അത്തരത്തിൽ ഡ്രോപ്പ് ഫോർജിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പോണന്റുകളും ഷാഫ്റ്റുകളൊക്കെ നിർമ്മിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാൻ. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് എ മെറ്റൽ? മെൽറ്റിംഗ് പോയിന്റ് ഓഫ് എ മെറ്റലുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ സ്റ്റേറ്റ്മെന്റുകൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് മെൽറ്റിംഗ് പോയിന്റ് ഡിപ്പെൻഡ്സ് ഓൺ ബോണ്ടിങ് ഫോഴ്സ് അല്ലെ. ഇത്തരത്തിലെ മെൽറ്റിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബോണ്ടിങ് ഫോഴ്സുമായി ബന്ധപ്പെട്ടാണ്. സോ നമുക്കത് പറയാം കറക്റ്റ് ആണ്. ബോണ്ടിങ് ഫോഴ്സ് കൂടുന്നതനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും അല്ലെ. സോ ആ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വേണം ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് മൈൽഡ് സ്റ്റീൽ 1500 ഡിഗ്രി സെൽഷ്യസ്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് 1500 ഡിഗ്രി, അറൌണ്ട് 1500 ഡിഗ്രി സെൽഷ്യസ് ആയി തന്നെയാണ്. മൂന്നാമത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം ഈസ് 650 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. ഇപ്പോൾ 650 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നുണ്ട്. ഏകദേശം 669 അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് 659 അല്ലെങ്കിൽ 660 ഡിഗ്രി സെൽഷ്യസ് റേഞ്ച് ആണ്. എന്നിരുന്നാലും ആ റേഞ്ച് അവിടെ കാണിക്കുന്നുണ്ട്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം അറൌണ്ട് 660 അല്ലെങ്കിൽ 659 റേഞ്ച് ആണ് വരിക. സോ 650 കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഉത്തരം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ മൂന്നും നമ്മളുടെ കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എ പറയുന്നത് 1 മാത്രമാണ്, ഓപ്ഷൻ ബി 2 മാത്രമാണ്, ഓപ്ഷൻ ബി 3 മാത്രമാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആയിട്ട് പറയുന്നത് ഓൾ ഓഫ് ദി അബോവ് പറയുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ ആപ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഓൾ ഓഫ് ദി അബോവ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അതുപോലെ തന്നെ നമുക്ക് ആ ഓരോ കമ്പോണന്റിന്റെ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള എക്സാമുകൾക്ക് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ സെക്ഷൻ ഈസ് സ്പെസിഫൈഡ് ബൈ ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ് ആൻഡ് വെയിറ്റ് പെർ kg? അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് ഏത് സെക്ഷൻ ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്? ലെങ്ത്, അതുപോലെ തന്നെ വിഡ്ത്ത്, അതുപോലെ തന്നെ തിക്നെസ് ആൻഡ് വെയിറ്റ് പെർ kg എന്ന് പറയുന്നത്. അപ്പൊ വെയിറ്റ് പെർ kg എന്ന് പറയുന്നത് എല്ലാ മെറ്റീരിയലിനും കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ഓരോ മെറ്റീരിയലിനും ഓരോ ഡെൻസിറ്റി ആണ്, അതനുസരിച്ച് വെയിറ്റ് മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ആംഗിൾ ആണ്, ഓപ്ഷൻ ബി ഷീറ്റ്, ഓപ്ഷൻ സി റൗണ്ട് ബാർ, ഓപ്ഷൻ ഡി ചാനൽ. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഷീറ്റ് ആണ് അല്ലെ. നമ്മൾ ഷീറ്റിനെയാണ് നമ്മൾ അത്തരത്തിൽ ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ് ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. സോ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാൻ. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ സെക്ഷൻ ഈസ് സ്പെസിഫൈഡ് ബൈ വിഡ്ത്ത്, തിക്നെസ് ആൻഡ് വെയിറ്റ് പെർ മീറ്റർ ലെങ്ത്? അപ്പൊ ഇവിടെ വിഡ്ത്തും തിക്നെസ്സും അതുപോലെ തന്നെ വെയിറ്റ് പെർ മീറ്റർ ലെങ്തിലും തന്നിരിക്കുന്നത് ഏത് സെക്ഷൻ ആണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് റൗണ്ട് ബാർ ആണ്, ഓപ്ഷൻ ബി ഷീറ്റ്, ഓപ്ഷൻ സി ഫ്ലാറ്റ്, ഓപ്ഷൻ ഡി ഹോളോ സെക്ഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഫ്ലാറ്റ് ആണ് അല്ലെ. സോ ISF നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ ഫ്ലാറ്റ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ അത് നമുക്ക് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ ഓപ്ഷൻ സി നമ്മുടെ ഫ്ലാറ്റ് ആണ് വന്നത്. സോ സ്റ്റീൽ ഫ്ലാറ്റ് നമ്മൾ ഇത്തരത്തിൽ ഹോട്ട് റോൾഡ് സ്റ്റീൽ ഫ്ലാറ്റ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് നമ്മൾ വിഡ്ത്തും അതുപോലെ തന്നെ നമ്മുടെ ലെറ്റർ ISF ഉണ്ട് അല്ലെ. അപ്പൊ ആ ഫ്ലാറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള. അപ്പൊ വിഡ്ത്ത് കഴിഞ്ഞാൽ ISF ആ ഒരു വേർഡിങ് കൊടുക്കുന്നു, അതിനുശേഷം നമ്മൾ തിക്നെസ് റെപ്രസെന്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ 50 ISF 10 എന്ന് പറയുന്നത് അവിടെ വിഡ്ത്ത് എന്ന് പറയുന്നത് അതിന്റെ 50 ആണ്. തിക്നെസ് ഓഫ് ദ ഫ്ലാറ്റ്, വിഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് ദ ഫ്ലാറ്റ് ആണ് ഇവിടെ 50ഉം അതുപോലെ തിക്നെസ് 10mm ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഫ്ലാറ്റുകൾ നമ്മൾ എന്താണ് വിഡ്ത്തും തിക്നെസ്സുമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ഹോട്ട് റോളിംഗ്? ഹോട്ട് റോളിംഗുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം തന്നിരിക്കുന്നത്. സോ ഇവിടെ നോക്കേ, ഒന്നാമത് ഇൻ ഹോട്ട് റോളിംഗ് ലൂബ്രിക്കേഷൻ ഈസ് നോട്ട് നെസസറി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻ ഹോട്ട് റോളിംഗ് ലോഡ് ആർ വെരി ഹൈ. മൂന്നാമത്തെ ഓപ്ഷൻ ഹോട്ട് റോളിംഗ് പ്രൊവൈഡ്സ് ബെറ്റർ ഡയമെൻഷണൽ ആക്യുറസി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. അതായത് ഹോട്ട് റോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു റോളിംഗ് പ്രോസസ് നമുക്കറിയാം ഒരു ഫോമിംഗ് പ്രോസസ് ആണ്. അപ്പോൾ റോളിംഗ് പ്രോസസ്സിനകത്ത്
നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു മെറ്റീരിയലിനെ റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചറിന് മുകളിലേക്ക് നമ്മൾ അല്ലെ എത്തിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതൊരു ചെയ്യുന്നുണ്ടാവുക, ആ ഒരു പ്രോസസ് ചെയ്യുന്നുണ്ടാവുക ഹോട്ട് കണ്ടീഷനിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് മുകളിലേക്ക് എത്തിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പരമാവധി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ലോഡ് കുറയ്ക്കുന്നുണ്ടാവും അല്ലെ. നമ്മൾ കോൾഡ് റോളിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സ്ട്രെസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ എക്സസ് എമൗണ്ട് ഫോഴ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെ കമ്പാരിറ്റീവ്ലി നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. പെട്ടെന്ന് തന്നെ നമുക്ക് അധികം ലോഡ് കൊടുക്കാതെ നമുക്ക് അത് നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫോമിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്നാൽ ഹോട്ട് റോളിംഗ് ആകുമ്പോൾ അവിടെ ചൂടായതുകൊണ്ട് തന്നെ അതിനുശേഷം സ്വാഭാവികമായിട്ടും അത് നമുക്ക് തണുക്കുന്ന സമയത്ത് അവിടെ ആ ഡയമെൻഷണൽ ആക്യുറസിക്ക് അവിടെ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അവിടെ ഷ്രിങ്കേജ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് പോരായ്മകൾ അവിടെ ഉണ്ട്, കുറച്ച് അഡ്വാൻറ്റേജസും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഹോട്ട് റോളിങ്ങിനകത്ത് ലോഡ് കുറവായിരിക്കും. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹോട്ട് റോളിംഗ് ലോഡ് ആർ വെരി ഹൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹോട്ട് റോളിംഗ് പ്രൊവൈഡ്സ് ബെറ്റർ ഡയമെൻഷണൽ ആക്യുറസി. അപ്പൊ ഹോട്ട് റോളിംഗ് എന്ന് പറയുന്നത് ചൂടായിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചറിന് മുകളിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ അതിനുശേഷം നമ്മൾ ആ ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ അവിടെ ഡയമെൻഷൻസിന് വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡയമെൻഷൻ ആക്യുറസി അവിടെ ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. സോ അത് 2ഉം 3ഉം നമ്മളുടെ ഓപ്ഷനുകൾ നമുക്ക് എന്താണ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ റോങ് ആണെന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇൻ ഹോട്ട് റോളിംഗ് ലൂബ്രിക്കേഷൻ ഈസ് നോട്ട് നെസസറി. അപ്പൊ അവിടെ നോട്ട് നെസസറി എന്നാണ് പറയുന്നത്, അത് നെസസറി അല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ നെസസറി അല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഹോട്ട് റോളിംഗിന്റെ അകത്ത് കേസ് നമുക്ക് ഓൾറെഡി കണ്ടു, ലോഡ് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു മൂവ്മെന്റ് നമുക്ക് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് പറയാൻ സാധിക്കുക, ഹോട്ട് റോളിംഗിനകത്ത് ലൂബ്രിക്കേഷൻ നമുക്ക് നോട്ട് നെസസറി എന്നുള്ളത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കാം. ഓപ്ഷൻ എ നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കാം. മറ്റൊരു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽ സെക്ഷൻ സ്പെസിഫൈ ഇൻക്ലൂഡ് വെബ് തിക്നെസ്. വെബ് തിക്നെസ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെക്ഷനെ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മെറ്റൽ സെക്ഷൻ സ്പെസിഫിക്കേഷനകത്ത് വെബ് തിക്നെസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽ സെക്ഷൻ സ്പെസിഫിക്കേഷൻ ഇൻക്ലൂഡ് വെബ് തിക്നെസ്. അപ്പോൾ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ആംഗിൾ ആണ്, ഓപ്ഷൻ ബി ഷീറ്റ്, ഓപ്ഷൻ സി റൗണ്ട് ബാർ, ഓപ്ഷൻ ഡി ചാനൽ. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഓപ്ഷൻ ഡി ചാനലാണ് നമുക്ക് വെബ് തിക്നെസ് കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്കറിയാം ഐ സെക്ഷനിലുള്ള ചാനലിലൊക്കെ നമുക്ക് വെബ് കൊടുക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചാനൽസുകളിലാണ് നമ്മൾ ഇത്തരത്തിൽ വെബ് നമ്മൾ തിക്നെസ് കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാം. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരാൻ സാധ്യത കൂടുതൽ. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് കോൾഡ് റോളിംഗ്. അപ്പം തൊട്ടുമുന്നേ നമ്മൾ ഹോട്ട് റോളിംഗ് നമ്മൾ പരിചയപ്പെട്ടു, അതുപോലെ തന്നെ കോൾഡ് റോളിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, കോൾഡ് റോളിംഗ് പ്രൊവൈഡ്സ് ഗുഡ് സർഫസ് ഫിനിഷ്. അതായത് കോൾഡ് റോളിംഗ് നമുക്ക് നല്ലൊരു സർഫസ് ഫിനിഷ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. സോ ഹോട്ട് റോളിംഗിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു അവിടെ സ്കെയിൽസും മറ്റു കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് തന്നെ സർഫസ് ഫിനിഷ് അല്പം മോശമായിരിക്കും ഹോട്ട് റോളിംഗിൽ. എന്നാൽ കോൾഡ് റോളിംഗിലെ സർഫസ് ഫിനിഷ് നല്ല ഗുഡ് സർഫസ് ഫിനിഷ് കിട്ടും എന്നുള്ളത് കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, കോൾഡ് റോളിംഗ് പ്രൊവൈഡ്സ് ബെറ്റർ ഡയമെൻഷണൽ ആക്യുറസി. അല്ലെ, കോൾഡ് റോളിംഗ് പ്രൊവൈഡ്സ് ബെറ്റർ ഡയമെൻഷണൽ ആക്യുറസി, നല്ല രീതിയിലുള്ള ടോളറൻസ് നമുക്ക് ഇവിടെ കിട്ടും. സോ അതുകൊണ്ട് തന്നെ കോൾഡ് റോളിംഗ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡയമെൻഷണൽ ആക്യുറസി കിട്ടും. എന്നാൽ ഹോട്ട് റോളിംഗിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഡയമെൻഷണൽ ആക്യുറസി അവിടെ കിട്ടില്ല, അല്ലെ, ഹോട്ട് റോളിംഗിൽ കിട്ടില്ല. പക്ഷെ എവിടെ കിട്ടും, കോൾഡ് റോളിംഗിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡയമെൻഷണൽ ആക്യുറസി, അതായത് കോൾഡ് റോളിംഗ് എന്ന് പറയുമ്പോൾ റൂം ടെമ്പറേച്ചർ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക, കുറച്ചുകൂടെ സ്ട്രെസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു വർക്ക് പീസ് കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കോൾഡ് റോളിംഗിലൂടെയാണെന്ന് ഓർത്തിരിക്കാം. സോ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്, 1ഉം 2ഉം കറക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബോത്ത് 1 and 2 ആണ്, 1 and 2 ആണ് ഉത്തരമായിട്ട് വരിക. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്പെസിഫിക്കേഷൻ ഓഫ് ആംഗിൾ മെറ്റൽ സെക്ഷൻ. ആംഗിൾ മെറ്റൽ സെക്ഷന്റെ സ്പെസിഫിക്കേഷൻ അല്ലാത്തത് ഏതാണ്? സോ അവിടെ നോക്കി, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന തിക്നെസ്, ഓപ്ഷൻ ബി തിക്നെസ് ഓഫ് ദ ഫ്ലാഞ്ച്, ഓപ്ഷൻ സി സെക്ഷണൽ ഏരിയ, ഓപ്ഷൻ ഡി വെയിറ്റ് പെർ മീറ്റർ. അല്ലെ, സോ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ളതായിരിക്കും ദാറ്റ് ഈസ് തിക്നെസ് ഓഫ് ദ ഫ്ലാഞ്ച് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ബാക്കിയുള്ള തിക്നെസ് ആയിക്കോട്ടെ, സെക്ഷണൽ ഏരിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെയിറ്റ് പെർ മീറ്റർ ഒക്കെ ആയിക്കോട്ടെ, അത് നമ്മൾ സ്പെസിഫിക്കേഷനകത്ത് പറയാറുണ്ട്. പക്ഷെ സ്പെസിഫിക്കേഷൻ പറയാത്തത് നമുക്ക് തിക്നെസ് ഓഫ് ദ ഫ്ലാഞ്ച് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം.
മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ? അല്ലെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് അല്ലെ, നമുക്കറിയാം മെറ്റീരിയലിന് പലതരത്തിലുള്ള പ്രോപ്പർട്ടി ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് ഫിസിക്കൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ എംപ്ലോയിഡ് ടു ഡിസ്ക്രൈബ് എ മെറ്റീരിയൽ അണ്ടർ കണ്ടീഷൻ ഇൻ വിച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് ആർ നോട്ട് കൺസേൺഡ് അല്ലെ, നോട്ട് കൺസേൺഡ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ എംപ്ലോയ്ഡ് ടു ഡിസ്ക്രൈബ് എ മെറ്റീരിയൽ അണ്ടർ കണ്ടീഷൻ. അത്തരത്തിൽ ഓരോ മെറ്റീരിയലിന്റെയും ആ ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു മെറ്റീരിയലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതേക്കുറിച്ച് മനസ്സിലാക്കാനും അതേക്കുറിച്ച് പഠിക്കുന്നതിനും ഒക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ അതേക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അത്തരത്തിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ എംപ്ലോയ്ഡ് ടു ഡിസ്ക്രൈബ് എ മെറ്റീരിയൽ അണ്ടർ കണ്ടീഷൻ ഇൻ വിച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് ആർ നോട്ട് കൺസേൺഡ് അല്ലെ, ഇത്തരത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൺസേൺ ചെയ്യണമെന്നില്ല. അപ്പൊ അത് ഫോർ എക്സാമ്പിൾ മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്തരത്തിൽ പറയാറുണ്ട് അല്ലെ, അതൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ അത്തരത്തിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ ആർ ദോസ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫിസിക്സ് അല്ലെ, അതും നമുക്കറിയാം കറക്റ്റ് ആണ്. സോ അത് രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി അബോവ് ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കാം. 12ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ അല്ലെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഹാർഡ്നെസ്, ഫറ്റീഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ, ക്രീപ്പ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ സാധാരണ കാണാറുണ്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനകത്ത്. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കാനത് കറക്റ്റ് അബൌട്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് those characteristics which describe its behavior under action of external force അല്ലെ, ഇത്തരത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായത്തോടെ സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആണ്, എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പറയാറ് എന്നുള്ളത് നമുക്കറിയാം. രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് can be determined by conducting experimental test on the material specimen അല്ലെ, കറക്റ്റ് ആണ്. നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ, ഇമ്പാക്ട് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഫറ്റീഗ് ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടാവുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി അല്ലെ, ഇത്തരത്തിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആയിട്ടാണ് പറയുന്നത് അല്ലെ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യാൻ പറ്റുമോ? അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 1ഉം 2ഉം നമ്മളുടെ കറക്റ്റ് ആണ്, 1ഉം 2ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ 1ഉം 2ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ 12ാമത്തെ ക്വസ്റ്റിന് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായി വരിക. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ പിച്ച് ഓഫ് സ്പിൻഡിൽ ത്രെഡ് ഇൻ മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ അല്ലെ. മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിനകത്ത് നമ്മളുടെ ആ ഒരു സ്പിൻഡിലിന്റെ അല്ലെങ്കിൽ സ്പിൻഡിൽ ത്രെഡിന്റെ ആ ഒരു സ്പിൻഡിൽ ത്രെഡിന്റെ പിച്ച് എത്രയെന്നുള്ളതാണ് ചോദ്യം. പിച്ച് എത്രയെന്നുള്ളതാണ് ചോദ്യം. ദാറ്റ് ഈസ് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 1 mm ആണ്, ഓപ്ഷൻ ബി 0.5 mm, ഓപ്ഷൻ സി 0.01 mm, ഓപ്ഷൻ ഡി 0.1 mm. നമുക്കറിയാം നമ്മളുടെ മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ സ്പിൻഡിലിന്റെ ത്രെഡ് എത്രയാണ് പിച്ച് വരുന്നുണ്ടാവുക? നമുക്കറിയാം ദാറ്റ് ഈസ് 0.05 mm ആണ് റൈറ്റ് ആൻസർ വരുന്നുണ്ടാവുക. 0.05 mm ആണ് റൈറ്റ് ആൻസർ വരുന്നുണ്ടാവുക. സോ അത് നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ മൈക്രോമീറ്ററുമായി ബന്ധപ്പെട്ട് മെട്രിക് മൈക്രോമീറ്റർ ദ പിച്ച് ഓഫ് സ്പിൻഡിൽ ത്രെഡ് ഈസ് 0.5 mm എന്നുള്ളത് പറഞ്ഞു അല്ലെ. 0.5 mm ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്ന സമയം അത് എത്രത്തോളം അഡ്വാൻസ് ചെയ്യുന്നുണ്ടാകും? 0.5 mm അഡ്വാൻസ് ചെയ്യുന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. 0.5 mm അവിടെ അഡ്വാൻസ് ചെയ്യുന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. മറ്റു ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് സ്റ്റാൻഡേർഡ് വയർ ഗേജ്? നമ്മൾ SWG എന്ന് പറയാറുണ്ട് അല്ലെ, SWG സ്റ്റാൻഡേർഡ് വയർ ഗേജ്. അപ്പൊ സ്റ്റാൻഡേർഡ് വയർ ഗേജുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കേ, ദ തിക്നെസ് ഓഫ് ദ ഷീറ്റ് ആൻഡ് ഡയമീറ്റർ ഓഫ് വയർ ആർ മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഷീറ്റിന്റെ ഒക്കെ തിക്നെസ്സും അതുപോലെ തന്നെ വയറിന്റെ ഒക്കെ ഡയമീറ്ററും അല്ലെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കേ, സ്മോളർ ഗേജ് നമ്പർ റെപ്രസെന്റിങ് സ്മോളർ സൈസ്, ഹയർ ഗേജ് നമ്പർ റെപ്രസെന്റിങ് ലാർജർ സൈസ്. അങ്ങനെയല്ല, ഇത്തരത്തിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പം ഇത്തരത്തിൽ സ്മോളർ ഗേജ് എന്തായിരിക്കും? വളരെ വലിയ സംഖ്യയും അതുപോലെ തന്നെ ഹയർ ഗേജ് ആണെങ്കിൽ വളരെ ചെറിയ സംഖ്യ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അത്തരത്തിലുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? വയർ ഡയമീറ്റർ ഈസ് ചെക്ക്ഡ് ബൈ ഇൻസേർട്ടിംഗ് ദ വയർ ഓൺ സർക്കിൾ പോർഷൻ ഓഫ് ദ ഗേജ്. ഇത്തരത്തിൽ പറയുന്നത്
വയർ ഡയമീറ്റർ ചെക്ക് ചെയ്യുന്നത് ആ ഒരു വയറിനെ നമ്മൾ സർക്കിളിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടാണ് എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിലല്ല, നമുക്ക് ആ ഒരു വയർ ആയിക്കോട്ടെ, തിക്നെസ് ആയിക്കോട്ടെ, അത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവുക ആ ഒരു സ്ലോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. ആ ഒരു സ്ലോട്ട് ഉണ്ടാവും, സ്ലോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ഉത്തരമായിട്ട് അപ്പോൾ വരാൻ സാധ്യതയുള്ള ഏതായിരിക്കും? ദാറ്റ് ഈസ് ഒന്നാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമായിരിക്കും ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആയിരിക്കും ഉത്തരമായിട്ട് വരാൻ സാധ്യത കൂടുതൽ. ഓക്കെ. സോ സ്റ്റാൻഡേർഡ് വയർ ഗേജുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ നോക്കിയേ, 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗേജ് അല്ലെങ്കിൽ കറസ്പോണ്ട് തിക്നെസ് വളരെ കൂടുതലാണ് അല്ലെ. സോ ഗേജ് നമ്പർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു തിക്നെസ് വളരെ, ഫോർ എക്സാമ്പിൾ 36 നോക്കിയേ, വളരെ കുറവാണ് അല്ലെ, ആ ഒരു ഗേജിന്റെ തിക്നെസ് വളരെ കുറവാണ്, പക്ഷേ ഗേജ് നമ്പർ വലുതാണ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണെന്നുള്ളത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ സൈസ് ഓഫ് ദ വയറും തിക്നെസ് ഓഫ് ദ ഷീറ്റും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗേജ് ആണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറയുന്നത്. സോ ഈച്ച് സ്ലോട്ട് സൈസ് അല്ലെ, ഇത്തരത്തിൽ നോക്കി ഈച്ച് സ്ലോട്ട് സൈസ് കറസ്പോണ്ട് ടു ദ ഗേജ് നമ്പർ വിച്ച് ഈസ് റിട്ടേൺ ജസ്റ്റ് ബിലോ ദ ഹോൾ അല്ലെ. ഓരോന്നിനും ആ ഒരു സ്ലോട്ട് സൈസ് ഉണ്ടാകും. ആ സ്ലോട്ട് സൈസ് അവിടെ ആ ഓരോ ഗേജിന്റെ അവിടെയും നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഈച്ച് സ്ലോട്ട് സൈസ് കറസ്പോണ്ട് ടു ഗേജ് നമ്പർ വിച്ച് ഈസ് റിട്ടേൺ ജസ്റ്റ് ബിലോ ദ ഹോൾ. ഗേജ് നമ്പർ സ്പെസിഫൈ ദ സൈസ് ഓഫ് ദ റൗണ്ട് വയർ. ആ ഒരു റൗണ്ട് വയറിന്റെ സൈസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഗേജ് വയർ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാൻ മതി. ആ ഒരു വയർ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആ ഒരു ഡയമീറ്റർ ചെക്ക് ചെയ്യുന്നത് ആ ഒരു സ്ലോട്ട് സൈസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ ആണെങ്കിൽ തന്നെ അത് പറയുന്നത് സ്ലോട്ട് സൈസിലാണ്. സോ അത് ഗേജ് നമ്പർ ഇൻക്രീസസ് 0 to 36, ഡയമീറ്റർ സൈസ് ഡിക്രീസ്. അതായത് യഥാർത്ഥത്തിൽ 0 to 36 ഗേജ് നമ്പർ കൂടുന്നതനുസരിച്ച് ഡയമീറ്ററിന്റെ സൈസ് കുറയുന്നു എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. സോ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ദ ആക്യുറസി ഓഫ് മെഷർമെന്റ് ബൈ എ ട്രൈ സ്ക്വയർ ഇസ് അബൌട്ട് അല്ലെ. ട്രൈ സ്ക്വയറുമായി ബന്ധപ്പെട്ട് അതിന്റെ ആക്യുറസി എത്രയെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന 0.002 mm per 10 mm ലെങ്ത്. ഓപ്ഷൻ ബി 0.02 mm per 10 mm ലെങ്ത്. ഓപ്ഷൻ സി 0.05 mm per 10 mm ലെങ്ത്. ഓപ്ഷൻ ഡി 0.005 mm per 10 mm ലെങ്ത്. സോ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. 0.002 mm per 10 mm ലെങ്ത് ആണ് ട്രൈ സ്ക്വയറിന്റെ ആ ഒരു ആക്യുറസി എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ അതുമായി ബന്ധപ്പെട്ട് നോക്കിയ ട്രൈ സ്ക്വയറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പോയിന്റുകളാണ്. ഒന്നാമത്തത് അതിന്റെ ആക്യുറസി തന്നെയാണ് പറയുന്നുണ്ടാവുക. 0.002 mm per 10 mm ലെങ്ത് ആണ് അതിന്റെ ആക്യുറസി എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ അതിന്റെ സ്റ്റോക്ക്, ബ്ലേഡ്, അതുപോലെ തന്നെ ബർ സ്ലോട്ട് അവൈലബിൾ ആണ്. നമുക്ക് 90 ഡിഗ്രി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ട്രൈ സ്ക്വയർ യൂസ് ചെയ്യുന്നത് കൂടി ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, 16ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് ഇൻ കേസ് ഓഫ് ബിവൽ പ്രൊട്രാക്ടർ. അപ്പൊ ബിവൽ പ്രൊട്രാക്ടറുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. അത് കറക്റ്റ് ആണോ? അല്ല, ഡയറക്റ്റ് ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ബിവൽ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. അത് കറക്റ്റ് അല്ല, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ആംഗിൾ ക്യാൻ ബി മെഷർഡ് വിത്ത് ആൻ ആക്യുറസി ഓഫ് 1 ഡിഗ്രി. അത് കറക്റ്റ് ആണ്. 1 ഡിഗ്രി ആക്യുറസിയിലാണ് നമ്മൾ ബിവൽ പ്രൊട്രാക്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് മെഷർ ചെയ്യുന്നുണ്ടാവുക, ആംഗിൾ മെഷർ ചെയ്യുന്നുണ്ടാവുക. മൂന്നാമത്തെ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഗ്രാജുവേഷൻ മാർക്ക് 0 to 180 ഡിഗ്രി അല്ലെ. 0 to 180 ഡിഗ്രി തന്നെയാണ് ബിവൽ പ്രൊട്രാക്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത്തരത്തിൽ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. സോ 2ഉം 3ഉം കറക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓപ്ഷൻ സി നമുക്ക് നമ്മളുടെ ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നോക്കിയ ഓപ്ഷൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് ഇൻഡയറക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ബിവൽ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കറക്റ്റ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റുകൾ 2ഉം 3ഉം ആയതുകൊണ്ട് ഓപ്ഷൻ സി നമുക്ക് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. 17ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് സ്ട്രെയിറ്റ് എഡ്ജ്. അപ്പൊ സ്ട്രെയിറ്റ് എഡ്ജുമായി ബന്ധപ്പെട്ട് കറക്റ്റ് വരാൻ സാധ്യതയുള്ള എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യത്തിൽ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് യൂസ്ഡ് ടു മാർക്ക് സ്ട്രെയിറ്റ് ലൈൻ ഓൺ മെറ്റൽ സർഫസ്. നമുക്ക് ഷീറ്റ് മെറ്റലിലൊക്കെ നമ്മൾ സാധാരണ അത് പുറത്തേക്ക് വെച്ചുകൊണ്ട് നമ്മൾ അത് ഷീറ്റ് മെറ്റലിന് മുകളിലേക്ക് വെച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സ്ട്രെയിറ്റ് ലൈനുകളൊക്കെ വരയ്ക്കാൻ നമുക്ക് സഹായിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ടു ചെക്ക് 90 ഡിഗ്രി ആംഗിൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മൂന്നാമത് പറയുന്നത് 45 ഡിഗ്രി ആംഗിൾ ചെക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എഡ്ജുകൾ പൊതുവേ നമ്മൾ എന്താണ് സ്ട്രെയിറ്റ് ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഷീറ്റ് മെറ്റലിൽ സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ ആംഗിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ സാധാരണ യൂസ് ചെയ്യാറില്ല. സോ അതുകൊണ്ട് ഓപ്ഷൻ എ അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരാൻ സാധ്യത കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് വരാൻ സാധ്യത കൂടുതൽ. സോ ഓപ്ഷൻ ഡി അല്ലെ, only 1 ആയിരിക്കും ഉത്തരം വരാൻ സാധ്യത വളരെ കൂടുതൽ. ഓക്കെ, സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 18ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ
കറക്റ്റ് അബൌട്ട് ഹാഫ് മൂൺ സ്റ്റേക്ക്. നമ്മളുടെ സ്റ്റേക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഹാഫ് മൂൺ സ്റ്റേക്കുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ദിസ് സ്റ്റേക്ക് ഈസ് യൂസ്ഡ് വെൻ ഷേപ്പിംഗ് ആൻഡ് സീമിംഗ് ഫണൽസ് ആൻഡ് ടേപ്പേർഡ് ആർട്ടിക്കിൾസ്. ഫണൽസ് അതുപോലെ തന്നെ ടേപ്പേർഡ് ആർട്ടിക്കിൾസ് ഒക്കെ സീം ചെയ്യാനും ഷേപ്പ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡീൽ ചെയ്യുന്നത് നമ്മളുടെ ഫണൽ സ്റ്റേക്കുമായി ബന്ധപ്പെട്ടാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടേണിംഗ് അപ്പ് ഫ്ലാഞ്ചസ് ഓൺ മെറ്റൽ ഡിസ്ക്. അല്ലെ, ഇത്തരത്തിൽ മെറ്റൽ ഡിസ്ക് ഫ്ലാഞ്ചസ് നമുക്ക് എന്താണ് ടേൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അല്ലെ, ഇത്തരത്തിൽ മെറ്റൽ ഡിസ്കുകളിലൊക്കെ ഫ്ലാഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതാണ് നമ്മളുടെ യൂസ്, ഹാഫ് മൂൺ സ്റ്റേക്കിന്റെ യൂസ് അതാണ് എന്നുള്ളത് നമുക്കറിയാം. മൂന്നാമത്തെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഹാസ് 2 ഹോൺസ്. അല്ലെ, 2 ഹോൺസ് അല്ലെങ്കിൽ ഹെഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ബീക്ക് സ്റ്റേക്കുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ കറക്റ്റ് ആയിട്ട് വരാൻ സാധ്യത കൂടുതൽ. സോ ഇവിടെ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം കറക്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, സോ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ ഓപ്ഷൻ ബി only 2 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. സോ ഹാഫ് മൂൺ സ്റ്റേക്കുമായി ബന്ധപ്പെട്ട്, ദി സ്റ്റേക്ക് ഹാസ് എ ഷാർപ്പ് ഹെഡ് ഇൻ ദ ഫോം ഓഫ് ആർക്ക് ഓർ ഓഫ് എ സർക്കിൾ ബിവൽഡ് അലോങ് വൺ സൈഡ്. അല്ലെ, ഇത്തരത്തിൽ ബിവൽഡ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഹാഫ് സർക്കിൾ, അല്ലെ, ഒരു ആർക്ക് പോലെ, സർക്കിൾ ഒരു ആർക്ക് പോലെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേക്ക് ആണ് നമ്മുടെ ഹാഫ് മൂൺ സ്റ്റേക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഹെഡ് അത്തരത്തിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടേണിംഗ് അപ്പ് ഫ്ലാഞ്ചസ് ഓൺ മെറ്റൽ ഡിസ്ക്. അല്ലെ, അതാണ് നമ്മുടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. മറ്റൊരു ക്വസ്റ്റിലേക്ക് വരാം. 19ാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ടു ട്രാമൽ. ഇപ്പൊ ട്രാമൽ എന്ന് പറയുന്ന ആ ഒരു ഡിവൈസുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് സർക്കിൾസ്, ആർക്ക് ആൻഡ് ട്രാൻസ്ഫോമിംഗ് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ്. ഇത്തരത്തിൽ സർക്കിൾ സ്ക്രൈബ് ചെയ്യാനും ആർക്ക് ചെയ്യാനും ഒക്കെയാണ് ഇത്തരത്തിൽ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഇറ്റ് ഈസ് അനദർ നെയിം ഓഫ് ബീം കോമ്പസ്. അല്ലെ, ഇത്തരത്തിൽ ബീം കോമ്പസിന്റെ മറ്റൊരു പേരാണ് ട്രാമൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ സെന്റർ ഓഫ് ദ റിവറ്റ് ഈസ് സൈസ് ഓഫ് വിങ് കോമ്പസ്. അപ്പൊ വിങ് കോമ്പസിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു പോയിന്റ് മുതൽ നമ്മളുടെ റിവറ്റിന്റെ സെന്റർ വരെ എന്നാണ് പറയുന്നത്. സോ നമുക്കറിയാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വിങ് കോമ്പസുമായി ബന്ധപ്പെട്ടത് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഇറ്റ്സ് അനദർ നെയിം ഈസ് ബീം കോമ്പസ്. അല്ലെ, ബീം കോമ്പസിന്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ ട്രാമലിന്റെ മറ്റൊരു പേരാണ് ബീം കോമ്പസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, എന്നാൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് ആർക്ക് സർക്കിൾസ്, ആർക്ക് ആൻഡ് ഫോർ ട്രാൻസ്ഫോമിംഗ് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ്. ഇത്തരത്തിൽ സർക്കിളുകൾ സ്ക്രൈബ് ചെയ്യാനും ആർക്ക് സ്ക്രൈബ് ചെയ്യാനും ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കോമ്പസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ കോമ്പസിന്റെ ഒരു തരത്തിലുള്ള കോമ്പസ് തന്നെയാണ് ട്രാമൽ എന്ന് പറയുന്നത്. പക്ഷേ വളരെ വലിയ സർക്കിൾസ് സ്ക്രൈബ് ചെയ്യാനെന്നുള്ളത് എടുത്തു പറഞ്ഞാൽ മാത്രമേ ട്രാമലുമായി ബന്ധപ്പെട്ടത് കറക്റ്റ് ആവുകയുള്ളൂ. സോ സ്ക്രൈബിംഗ് ലാർജ് സർക്കിൾസ് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒഴിവാക്കാം. അത് ഇത്തരത്തിലുള്ള കോമ്പസുമായി ബന്ധപ്പെട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ട്രാമൽ എന്ന് പറയുന്നത് സ്പെഷ്യലി ഫോർ സ്ക്രൈബിംഗ് ലാർജ് സർക്കിൾ. അല്ലെ, കറക്റ്റ് അബൌട്ട് ട്രാമൽ എന്ന് ചോദിച്ചത് കൊണ്ട് ലാർജ് സർക്കിൾ സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാനും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ട് നമുക്ക് 2ഉം 3ഉം കൺസിഡർ ചെയ്യാം. സോ 2ഉം 3ഉം ആണെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും ഉത്തരം വരാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ആ ഒരു ക്ലാരിറ്റി കുറവ് അതിനകത്ത് ഉണ്ട്. എങ്കിൽ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാകും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഉത്തരം ഓപ്ഷൻ എ only 2 and 3 ആണ് നമുക്ക് ഇവിടെ ഉത്തരം കറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. So a beam compass or a trammel is used to describe arc, circle or arc with large diameter, അല്ലെങ്കിൽ large diameter which cannot be described by a wing compass. അല്ലെ, wing compass കൊണ്ട് നമുക്ക് സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തുള്ള ലാർജ് സർക്കിളുകൾ, അല്ലെ, വളരെ ലാർജ് സർക്കിളുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെ, സ്ക്രൈബ് സർക്കിൾ ഓൺ ആർക്ക് വിത്ത് ലാർജ് ഡയമീറ്റർ എന്നുള്ളത് എടുത്ത് പറയണം. സോ അതാണ് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത കൂടുതൽ. സോ ട്രാമൽ സെറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ട്രൈക്കിംഗ് ലൈൻസ് അറ്റ് 90 degree ഈച്ച് അതർ ആൻഡ് ഓൾസോ മെഷറിംഗ് ദ ഡിസ്റ്റൻസ് അക്യുറേറ്റ്ലി. ഇത്തരത്തിൽ ആ ഒരു ഡിസ്റ്റൻസ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിങ് കോമ്പസ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് സർക്കിൾസ്, ആർക്ക് ആൻഡ് ട്രാൻസ്ഫോമിംഗ് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും.
20ാമത്തെ ക്വസ്റ്റിലേക്ക് വരാൻ ചോദ്യം ഇതാണ്. വിച്ച് മാർക്കിംഗ് മീഡിയ ഈസ് യൂസിംഗ് വിത്ത് നൈട്രിക് ആസിഡ്? നൈട്രിക് ആസിഡിനോടൊപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കിംഗ് മീഡിയ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന കോപ്പർ സൾഫേറ്റ് ആണ്, ഓപ്ഷൻ ബി സെല്ലുലോസ് ലാക്വർ, ഓപ്ഷൻ സി പ്രഷ്യൻ ബ്ലൂ, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി മാർക്കിംഗ് ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഉത്തരമായിട്ട് വരാൻ സാധ്യത ഏതാണ്? ഉത്തരം നമുക്കറിയാം, ദാറ്റ് ഈസ് കോപ്പർ സൾഫേറ്റ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ കോപ്പർ സൾഫേറ്റ് ആണ് നമ്മുടെ ഉത്തരം. സോ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. സോ നൈട്രിക് ആസിഡിനോടൊപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കിംഗ് മീഡിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ആണെന്നുള്ളത് ഒത്തിരിക്കാം. സോ പ്രധാനപ്പെട്ട നമ്മളുടെ ആ ഒരു മാർക്കിംഗ് മീഡിയ വൈറ്റ് വാഷ്, അതുപോലെ തന്നെ മാർക്കിംഗ് ബ്ലൂ, അതുപോലെ കോപ്പർ സൾഫേറ്റ് ഉണ്ട്. സോ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ കോപ്പർ സൾഫേറ്റ്. സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് കോപ്പർ സൾഫേറ്റ്, വാട്ടർ ആൻഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് നൈട്രിക് ആസിഡ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ ചോദ്യം വന്നത്. സോ കോപ്പർ സൾഫേറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മളെ ചോദ്യം. സോ ഉത്തരം കോപ്പർ സൾഫേറ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം 21ാമത്തെ ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് വെർനിയർ ഹൈറ്റ് ഗേജ്? വെർനിയർ ഹൈറ്റ് ഗേജിന്റെ ഒരു പാർട്ട് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ബീം, ഓപ്ഷൻ ബി ഫിക്സഡ് ജോ, ഓപ്ഷൻ സി ലോക്കിംഗ് സ്ക്രൂ, ഓപ്ഷൻ ഡി സ്ക്രൈബർ ബ്ലേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമുക്കറിയാം വെർനിയർ ഹൈറ്റ് ഗേജിന്റെ പാർട്ട് അല്ലാതുള്ളത് നമുക്കറിയാം ഓപ്ഷൻ ബി ഫിക്സഡ് ജോ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. സോ ഓപ്ഷൻ ബി ഫിക്സഡ് ജോ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പാർട്ടുകൾ ഏതാണെന്നൊക്കെ എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ വേണം. സോ ബീം, ബേസ്, മെയിൻ സ്ലൈഡ്, ജോ ക്ലാമ്പ്, വെർനിയർ സ്കെയില്, മെയിൻ സ്കെയില്, ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് സ്ലൈഡ്, ഫൈനൽ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ, ലോക്കിംഗ് സ്ക്രൂ, സ്ക്രൈബർ ബ്ലേഡ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഫിക്സഡ് ജോ കാണാൻ സാധിക്കുന്നില്ല, ഇവിടെ ഒരു ജോ മാത്രമേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉത്തരം നമ്മളുടെ ഫിക്സഡ് ജോ തന്നെയാണ്. സോ ഫിക്സഡ് ജോ ആണ്. ബാക്കി ബീം ആയിക്കോട്ടെ, ലോക്കിംഗ് സ്ക്രൂ ആയിക്കോട്ടെ, സ്ക്രൈബർ ബ്ലേഡ് ഒക്കെ, ലോക്കിംഗ് സ്ക്രൂ അതുപോലെ തന്നെ സ്ക്രൈബർ ബ്ലേഡ് അതുപോലെ തന്നെ നമ്മളുടെ ബീം ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഫിക്സഡ് ജോ എന്ന് പറയുന്ന ജോ ഇല്ല, അത് ഓർത്തിരിക്കാം. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ കറക്റ്റ് അബൌട്ട് റേഡിയസ് ഗേജ്? അപ്പൊ റേഡിയസ് ഗേജുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. റേഡിയസ് ഗേജുമായി ബന്ധപ്പെട്ട് കറക്റ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ദേ ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സോ അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റ് അല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് the radii by comparing the radius on a part with the radius of the gauge. അല്ലെ, അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഗേജ് ആണ്, അത് കറക്റ്റ് ആണ്. റേഡിയെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, the radius and fillet gauge are available in set of several blades which fold into a holder when not in use. അല്ലെ, ഇത്തരത്തില് ചെറിയ ചെറിയ ബ്ലേഡുകളാണ്, അത് നമുക്ക് മടക്കി ആ ഒരു ഹോൾഡറിനുള്ളിലേക്ക് വെക്കാൻ സാധിക്കും. അതും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2ഉം 3ഉം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി നമുക്ക് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. ഓപ്ഷൻ സി കറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല, അത് കാസ്റ്റ് അയൺ കൊണ്ടല്ല നിർമ്മിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റേഡിയസ് ഗേജുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സോ അത് ഹാർഡൻഡ് ഷീറ്റ് മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. സോ ഹാർഡൻഡ് ഷീറ്റ് മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അത് റേഡിയസ് ചെക്ക് ചെയ്യാനും കമ്പയർ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ റേഡിയസ് ആൻഡ് ഫില്ലറ്റ് ഗേജ് അവൈലബിൾ സെവറൽ ബ്ലേഡ്, ഇത്തരത്തിലുള്ള നിരവധി ബ്ലേഡുകൾ ആയിട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അത് ആ ഒരു ഹോൾഡറിനുള്ളിലേക്ക് നമുക്ക് കയറ്റി വെക്കാൻ സാധിക്കും. ഓക്കെ, മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് വൈസ് ക്ലാമ്പ്? സോ വൈസ് ക്ലാമ്പിന്റെ നമ്മൾ ബെഞ്ച് വൈസിലൊക്കെ നമ്മൾ വൈസ് ക്ലാമ്പ് യൂസ് ചെയ്യാറുണ്ട്. വൈസ് ക്ലാമ്പിന്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്, ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ടു ഹോൾഡ് ഹെവി വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് ടു ഹോൾഡ് എ ഫിനിഷ്ഡ് വർക്ക്, ആ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫിനിഷ് ചെയ്തിട്ടുള്ള വർക്കിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് ഈസി റിമൂവൽ ഓഫ് വർക്ക്, അല്ലെ, അത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വർക്കിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് ടു ഹോൾഡ് സ്മോൾ വർക്ക്, ചെറിയ വർക്കുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി. സോ ഇവിടെ ഉത്തരമായിട്ട് വരിക, നമുക്കറിയാം നമുക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള വർക്കുകളിലൊന്നും ഡാമേജ് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് വൈസ് ക്ലാമ്പ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക എന്നുള്ളത് ഓർത്തിരിക്കാം. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മളുടെ ആ ഒരു ക്ലാമ്പ് എന്ന് പറയുന്നത്. നമ്മളുടെ ക്ലാമ്പ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്നതാണ്. സോ വൈസ് ക്ലാംപ്സ് ആർ യൂസ്ഡ് ടു ഹോൾഡ് ഫിനിഷ്ഡ് വർക്ക്, യൂസ് സോഫ്റ്റ് ജോ. ഈ സോഫ്റ്റ് ജോ നമ്മൾ പറയാറുണ്ട് വൈസ് ക്ലാമ്പിനെ. മെയ്ഡ് ഓഫ് അലൂമിനിയം, അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക? അലൂമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക, അല്ലെ. നമ്മുടെ വൈസ് ക്ലാമ്പ് അലൂമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് വർക്ക് ഫ്രം ഡാമേജ്, അല്ലെ. ആ ഒരു ഫിനിഷ് ചെയ്തിട്ടുള്ള വർക്ക് മറ്റ് ഡാമേജുകൾ
ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വൈസ് ക്ലാമ്പുകൾ നമുക്ക് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, വിച്ച് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ വർക്ക് ദാറ്റ് റിക്വയർ ഫയലിംഗ് ഓർ ഡ്രില്ലിംഗ്? ഇത്തരത്തിൽ ഫയലിംഗ് ഡ്രില്ലിംഗ് ഒക്കെ വേണ്ടുന്ന ചെറിയ ചെറിയ വർക്കുകൾ, സ്മോൾ വർക്കുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വൈസ് ഏതാണ്? ഓപ്ഷൻ എ പിൻ വൈസ്, ഓപ്ഷൻ ബി പൈപ്പ് വൈസ്, ഓപ്ഷൻ സി ഹാൻഡ് വൈസ്, ഓപ്ഷൻ ഡി ടൂൾ മേക്കേഴ്സ് വൈസ്. നമുക്കറിയാം ഓപ്ഷൻ ഡി ടൂൾ മേക്കേഴ്സ് വൈസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക അല്ലെ. ടൂൾ മേക്കേഴ്സ് വൈസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൂൾ മേക്കേഴ്സ് വൈസുമായി ബന്ധപ്പെട്ട് ടൂൾ മേക്കേഴ്സ് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ വർക്ക് വിച്ച് റിക്വയർ ഫയലിംഗ് ഓർ ഡ്രില്ലിംഗ് ആൻഡ് ഫോർ മാർക്കിംഗ് ഓഫ് സ്മോൾ ജോബ്സ് ഓൺ ദ സർഫസ് പ്ലേറ്റ്. ഇത്തരത്തിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ അതേ സെന്റൻസോട് കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് യാതൊരു സംശയമില്ലാതെ നമുക്ക് ഉത്തരം ടൂൾ മേക്കേഴ്സ് വൈസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ദിസ് വൈസ് ഈസ് മെയ്ഡ് ഓഫ് മൈൽഡ് സ്റ്റീൽ അല്ലെ. അതും ചോദിക്കാറുണ്ട് പലപ്പോഴും. ഇത് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ടൂൾ മേക്കേഴ്സ് വൈസ് നിർമ്മിച്ചിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ്. ടൂൾ മേക്കേഴ്സ് വൈസ് ഈസ് അക്യുറേറ്റ്ലി മെഷീൻ, വളരെ അക്യുറേറ്റ് ആയിട്ട് മെഷീൻ ചെയ്തിട്ടുള്ള ഒരു വൈസ് ആണ് ടൂൾ മേക്കേഴ്സ് വൈസ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് ടൂൾ മേക്കേഴ്സ് വൈസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പോയിന്റുകൾ. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് ഇൻ കേസ് ഓഫ് ഫ്ലാറ്റ് ഫയൽ? ഫ്ലാറ്റ് ഫയലുമായി ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്തത് ഏത് അല്ലെ, തെറ്റായിട്ടുള്ളത് ഏത്, കറക്റ്റ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ദേ ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ അല്ലെ. നമ്മുടെ ഫയൽ കാസ്റ്റ് അയൺ കൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത്? അല്ല എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, the edges along the width are parallel throughout the length അല്ലെ. ഇത്തരത്തിൽ throughout the length അത് പാരലൽ ആയിട്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത് അല്ലെ. ഇത്തരത്തിൽ ഫ്ലാറ്റ് ഫയല് throughout the length പാരലൽ ആണോ? അല്ല അല്ലെ. ഇത്തരത്തിൽ throughout the length പാരലൽ അല്ല. 2/3 ഫുൾ ലെങ്ത് 2/3 ടിപ്പ് പാരലൽ ആണ്. പക്ഷെ ബാക്കി വരുന്ന 1/3 എങ്ങനെയാണ്? അത് എന്താണ്? ചരിഞ്ഞിട്ടാണ്, ടേപ്പേർഡ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ല. ദ എഡ്ജസ് അലോങ് ദ വിഡ്ത്ത് ആർ പാരലൽ ത്രൂഔട്ട് ദ ലെങ്ത് അല്ല എന്നുള്ളത് നമുക്കറിയാം. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, വൺ എഡ്ജ് ഈസ് സിംഗിൾ കട്ട് വെയർ അതർ ഈസ് സേഫ് എഡ്ജ് അല്ലെ. ഇത്തരത്തില് ഹാൻഡ് ഫയൽ, ഇത്തരത്തിൽ ഹാൻഡ് ഫയൽ അല്ലെങ്കിൽ സേഫ് എഡ്ജ് ഫയൽ ആണോ ഇത്? അല്ല. അത്തരത്തിൽ നമുക്ക് നോക്കാം എന്താണ്, ദാറ്റ് ഈസ് വൺ എഡ്ജ് ഈസ് സിംഗിൾ കട്ട് വെയർ അതർ എഡ്ജ് ഈസ് സേഫ് അല്ലെ. ഒരു എഡ്ജ് സിംഗിൾ കട്ടും മറ്റെന്ത് സേഫ് ആണോ? അല്ല. അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള കട്ടും അവിടെ മറ്റേ എന്താണ് ഇത്തരത്തിൽ സേഫ് എഡ്ജ് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് സേഫ് എഡ്ജ് ഫയൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹാൻഡ് ഫയലുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് മൂന്നും സ്റ്റേറ്റ്മെന്റും എന്താണ്, കറക്റ്റ് അല്ല അല്ലെ. മൂന്ന് സ്റ്റേറ്റ്മെന്റും എന്താണ് തന്നിരിക്കുന്നത്? ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ് റോങ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. സോ അത് മൂന്നും തന്നിരിക്കുന്ന റോങ് ആണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നുള്ളത് അല്ലെ, കറക്റ്റ് അല്ലാത്തതാണ്. സോ അതുകൊണ്ട് നമുക്ക് പറയാം മൂന്നും കറക്റ്റ് അല്ല അല്ലെ. മൂന്നും കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ദാറ്റ് ഈസ് ഓൾ ഓഫ് ദി അബോവ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. സോ നോട്ട് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് ഫ്ലാറ്റ് ഫയൽ, നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത് മൂന്നും നോട്ട് കറക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി നമുക്ക് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. ഓൾ ഓഫ് ദി അബോവ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. കാര്യം കാസ്റ്റ് അയൺ കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ, ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ എഡ്ജ് അലോങ് ദ വിഡ്ത്ത് ആർ പാരലൽ ത്രൂ ഔട്ട് ദ ലെങ്ത് അല്ല എന്നുള്ളത് നമുക്കറിയാം. 2/3 ഓക്കെയാണ്. ബാക്കി വരുന്ന 1/3 ടേപ്പേർഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫ്ലാറ്റ് ഫയലുമായി ബന്ധപ്പെട്ട് വൺ എഡ്ജ് ഈസ് സിംഗിൾ കട്ട് വെയർ അതർ എഡ്ജ് ഈസ് സേഫ് എഡ്ജ് എന്ന് പറയുന്നു. അതും അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മറ്റേ ചോദ്യം 26ാമത്തെ ചോദ്യം, വൈ സ്ലൈറ്റ് കോൺവെക്സിറ്റി ഈസ് ഗിവൺ ഓൺ ദ ഫേസ് ഓഫ് ഹാമർ? നമ്മുടെ ഹാമറിന്റെ ഫേസിൽ അല്ലെ, ഹെഡിനകത്ത് ഫേസ് ഉണ്ടാകും, ചീക്ക് ഉണ്ടാകും, അതുപോലെ തന്നെ പീനുണ്ട്. അപ്പൊ ഫേസിൽ നമ്മൾ വളരെ ചെറിയൊരു കോൺവെക്സിറ്റി എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ടു പ്രിവെന്റ് ഡാമേജ് ടു വർക്ക് സർഫസ്, ആ ഒരു വർക്ക് സർഫസിലേക്ക് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത. ടു അവോയ്ഡ് ഡിഗിങ് ഓഫ് എഡ്ജ്, ആ ഒരു എഡ്ജ് ഡിഗ് ചെയ്തു പോകാനുള്ള ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ടു അലോ ഈവൻ ലോഡ് ഓൺ സ്ട്രൈക്കിംഗ്. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ടു പ്രിവെന്റ് ലിപ്പിംഗ് അല്ലെ. ഇത്തരത്തിൽ ഓക്കെ. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ, ടു പ്രിവെന്റ് ഡാമേജ് ടു വർക്ക് സർഫസ്, വർക്ക് സർഫസിലേക്ക് ഇത്തരത്തിൽ ഡിഗിങ്ങിന്റെ ഫലമായിട്ടൊരു ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിൽ കോൺവെക്സിറ്റി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ടു അവോയ്ഡ് ഡിഗിങ് ഓഫ് ദ എഡ്ജ് അല്ലെ. പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ എന്താണ് രണ്ടും ഉത്തരം വരാൻ സാധ്യത കൂടുതലാണ്. ടു പ്രിവെന്റ് ഡാമേജ് ടു ദ വർക്ക് സർഫസ് അല്ലെ, വർക്കിന്റെ സർഫസിലേക്ക് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ടു അവോയ്ഡ് ഡിഗിങ് ഓഫ് ദ എഡ്ജ്, നമ്മുടെ ആ ഒരു ഹാമറിന്റെ ഫേസിന്റെ എഡ്ജ് നമ്മുടെ സർഫസിലേക്ക് ഡിഗ് ചെയ്ത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും കോൺവെക്സിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പൊ കോൺവെക്സിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് എന്താണ്, വർക്ക് സർഫസിൽ ഉണ്ടാവുന്ന ഡാമേജ് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഇത് രണ്ട് ഓപ്ഷനും നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ ആണ്. എങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഉത്തരം നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഇത്തരത്തിലുള്ള ഉത്തരമായി കൊടുക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ബി നമുക്ക് കൊടുക്കാം. ടു അവോയ്ഡ് ഡിഗിങ് ഓഫ് ദ എഡ്ജ് തന്നെയാണ് പ്രധാനമായിട്ട് ഉത്തരം വരാൻ സാധ്യത കൂടുതൽ. എന്നാൽ നമ്മളുടെ ഓപ്ഷൻ എയും നമുക്ക് എന്താണ് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും. എന്തെന്ന് വെച്ചാൽ
ഇതിന്റെ ഫലമായിട്ട് നമുക്ക് ടു പ്രിവെന്റ് ഡാമേജ് ടു ദ വർക്ക് സർഫസ് അല്ലെ വർക്കിന്റെ സർഫസിൽ ഡിഗിങ് ഒക്കെ ഇതിന്റെ ഫലമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കോൺഫ്ലെക്സിറ്റി കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാം അല്ലെ. അതായത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിം എന്ന് പറഞ്ഞാൽ സർഫസ് ഡാമേജ് ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ കോൺവെക്സിറ്റി കാരണം പ്രധാനമായിട്ടും എങ്ങനെയാണ് ഈ ഡാമേജ് ഉണ്ടാവുന്നത്? ഇത്തരത്തിലുള്ള ഡിഗിങ് കാരണമാണ് അല്ലെ. അപ്പൊ അത് രണ്ടും എയും ബിയും നമുക്ക് ഉത്തരമായിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൂടി മനസ്സിലാക്കി വെക്കാം. 27ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രീസിംഗ് ഹാമർ? ക്രീസിംഗ് ഹാമറിന്റെ പർപ്പസ് എന്താണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ടു ഫിനിഷ് ദ വയർഡ് എഡ്ജ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ ബി യൂസ് ടു ജംപ് ദ റിവറ്റ് ഷാങ്ക് ആൻഡ് ഫിനിഷ് ദ റിവറ്റ് ഹെഡ്. ഓപ്ഷൻ സി യൂസ്ഡ് ഫോർ ഫോളോയിങ് ഓപ്പറേഷൻ ഓഫ് ദ മെറ്റൽ ഷീറ്റ്. ഓപ്ഷൻ ഡി ടു ഹാമർ ഹെവി വർക്ക്. നമുക്ക് കൃത്യമായിട്ട് പറയാം, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം, ടു ഫിനിഷ് ദ വയർഡ് എഡ്ജ് അല്ലെ. വയർഡ് എഡ്ജ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രീസിംഗ് ഹാമർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരാൻ സാധ്യത കൂടുതൽ. സോ ക്രീസിംഗ് ഹാമർ ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മുടെ ക്രീസിംഗ് ഹാമർ എന്ന് പറയുന്നത്. ബോത്ത് എൻഡ് ആർ ഷാർപ്പൻഡ് ആൻഡ് ക്രോസ് ടു ദ ഹാൻഡിൽ. നമ്മുടെ ആ ഒരു ഹാൻഡിലിന് ക്രോസ് ആയിട്ടായിരിക്കും നമ്മുടെ ഒരു ഹെഡ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫിനിഷ് ദ വയർഡ് എഡ്ജ് അല്ലെ. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ ഒരു വയർഡ് എഡ്ജ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു ക്രീസിംഗ് ഹാമർ. അതുപോലെ തന്നെ ഫോൾസ് വയറിംഗ് എഡ്ജ്, അതുപോലെ തന്നെ മേക്ക് കോർണേഴ്സ് ഓഫ് ദ ഷീറ്റ് വിത്ത് ഹെൽപ്പ് ഓഫ് ക്രീസിംഗ് സ്റ്റേക്ക്. അത്തരത്തിൽ ക്രീസിംഗ് സ്റ്റേക്കിന്റെ സഹായത്തോടുകൂടി നമ്മൾ അത്തരത്തിൽ കോർണേഴ്സ് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കോർണേഴ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ക്രീസിംഗ് ഹാമറിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വയർഡ് എഡ്ജസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വന്നത്. സോ കൃത്യമായിട്ട് മനസ്സിലാക്കാം. മറ്റേ ചോദ്യം, നെയിം ദ ഡിഫക്ട് ദാറ്റ് കോസ് ദ മെറ്റൽ ചിപ്പ് ടു ക്ലോഗ് ബിറ്റ്വീൻ ദ ടീത്ത് ഓഫ് ഫയൽ അല്ലെ. ഫയലിന്റെ ടീത്തുകൾക്കിടയിൽ നമ്മളുടെ ചിപ്പ് വന്നിട്ട് ക്ലോഗ് ചെയ്യുന്നുണ്ടാകും. ആ ഒരു ഡിഫക്റ്റിനെ എന്താണ് പറയുക? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഡിഗിങ് ഓഫ് ഫയൽ. ഓപ്ഷൻ ബി ഗ്ലൈസിംഗ് ഓഫ് ഫയൽ. ഓപ്ഷൻ സി പിന്നിങ് ഓഫ് ഫയൽ. ഓപ്ഷൻ ഡി വാർപ്പിംഗ് ഓഫ് ഫയൽ. നമുക്ക് കൃത്യമായിട്ട് പറയാം, ഓപ്ഷൻ സി പിന്നിങ് ഓഫ് ഫയൽ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി പിന്നിങ് ഓഫ് ഫയൽ ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പൊ എന്താണ് ഈ പിന്നിങ് ഓഫ് ഫയൽ എന്ന് പറഞ്ഞാൽ? വെൻ ഫയലിംഗ് സോഫ്റ്റ് മെറ്റൽ കോർണേഴ്സ് ഓർ നാരോ സർഫസ്, സ്മോൾ പാർട്ടിക്കിൾ ഓഫ് സോഫ്റ്റ് മെറ്റീരിയൽ വിൽ ക്ലോഗ് ബിറ്റ്വീൻ ദ ടീത്ത് ഓഫ് ഫയൽസ്. ഇത്തരത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടക്ടൈൽ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഫയൽ ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ ചെറിയ സോഫ്റ്റ് പാർട്ടിക്കിൾസ് നമ്മളുടെ ഫയലിന്റെ ടീത്തുകളുടെ ഇടയിലേക്ക് വന്ന് ഇരിക്കുന്നുണ്ടാകും, വന്ന് അടിയുന്നുണ്ടാകും. അത്തരത്തിലുള്ള ആ ഒരു ഡിഫക്റ്റ് ആണ്, ആ ഒരു എന്താണ് ഡിഫക്റ്റിനെ നമ്മൾ പിന്നിങ് ഓഫ് ഫയൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് പിന്നിങ് ഓഫ് ഫയൽ. ഇത് കാരണം നമ്മുടെ സർഫസിൽ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാകും. നമ്മുടെ ഫിനിഷ് ചെയ്തിട്ടുള്ള ഫയൽ ചെയ്യുമ്പോൾ ഫിനിഷ് ചെയ്യുന്ന സർഫസിൽ സ്ക്രാച്ചസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതിനെയാണ് നമ്മൾ പിന്നിങ് ഓഫ് ഫയൽ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ പിന്നിങ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഫയൽ ബ്രഷോ ഫയൽ കാർഡോ കോപ്പർ സ്ട്രിപ്പോ ഒക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നിങ് അവിടെ ഉണ്ടാവുന്ന എന്താണ് അടിഞ്ഞുകൂടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന ചിപ്പുകളെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. മറ്റു ചോദ്യം 29ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് അബൌട്ട് സ്ക്രൈബർ? സ്ക്രൈബറുമായി ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ ആൻഡ് ഇറ്റ് ഈസ് ഹാർഡൻഡ് അല്ലെ. ഇത്തരത്തിൽ ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, ഹാർഡൻഡ് ആണെന്നുള്ളത് പറയുന്നത്. സോ അത് നമുക്ക് പറയാം, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയത് ദ പോയിന്റ് ഷുഡ് ബി ഗ്രൗണ്ട് ആൻഡ് ഹോൺഡ് ഫ്രീക്വന്റ്ലി ഫോർ മെയിൻറ്റെയിനിങ് മെയിൻറ്റെയിനിങ് ഇറ്റ്സ് ഷാർപ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഹോൺ ചെയ്ത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ബെൻഡ് പോയിന്റ് ഈസ് യൂസ് ടു ഡ്രോയിങ് സർക്കിൾ ഓൺ ദ സർഫസ് അല്ലെ. ഇത്തരത്തിൽ ആ ഒരു പോയിന്റിനകത്ത് സ്ട്രെയിറ്റ് പോയിന്റ് ഉണ്ടാവും, ബെൻഡ് പോയിന്റ് ഉണ്ടാവും. ബെൻഡ് പോയിന്റ് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഇതാണ് അവർ പറയുന്നത്. സോ അത് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും. സോ 1ഉം 2ഉം കറക്റ്റ് ആണ്, മൂന്നാമത്തുള്ളത് അത് റോങ് ആണ്. അപ്പോൾ അത്തരത്തിൽ സ്ട്രെയിറ്റ് ലൈനുകളൊക്കെ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സ്ക്രൈബിംഗ് പർപ്പസിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടെ ഓപ്ഷൻ ഓൺലി 2 and 3 നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലി 2 കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സി ഓൾ ഓഫ് ദി അബോവ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നോട്ട് കറക്റ്റ് എന്നുള്ളതാണ്, നോട്ട് കറക്റ്റ് അബൌട്ട് സ്ക്രൈബർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഓൺലി 3 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ നോക്കേ, നമുക്ക് ഓപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും 1ഉം 2ഉം കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പോ എന്താണ് മൂന്നാമത്താണ് നോട്ട് കറക്റ്റ് ഉള്ളത്. സോ ഓപ്ഷൻ ഡി അല്ലെ, ബെൻഡ് പോയിന്റ്, ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 3 ആണ് റോങ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓൺലി 3 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് റോങ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ സ്ക്രൈബർ ലേഔട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ പോയിന്റ് ഷുഡ് ബി ഗ്രൗണ്ട് ആൻഡ് ഹോൺഡ് ഫ്രീക്വന്റ്ലി ഫോർ മെയിൻറ്റെയിനിങ് ഇറ്റ്സ് ഷാർപ്നെസ്. അതുപോലെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് വൺ ഈസ് പ്ലെയിൻ സ്ക്രൈബർ. അതായത് പ്ലെയിൻ സ്ക്രൈബർ ആണ് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രൈബർ എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം.
മറ്റു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് ഇൻ കേസ് ഓഫ് ഹാക്സോ ബ്ലേഡ്? ഹാക്സോ ബ്ലേഡുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഹാക്സോ ബ്ലേഡുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഹാക്സോ ബ്ലേഡ് ആർ സ്പെസിഫൈഡ് ബൈ ലെങ്ത്, പിച്ച് ആൻഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. നമുക്ക് കൃത്യമായിട്ട് പറയാം, റൈറ്റ് ആണ്. ഇത്തരത്തിൽ ഹാക്സോ ബ്ലേഡിനെ സ്പെസിഫൈ ചെയ്യുന്നത് ലെങ്ത്, പിച്ച്, ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. കോഴ്സ് പിച്ച് ബ്ലേഡ് ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ് സോഫ്റ്റ് മെറ്റീരിയൽ സച്ച് എസ് ബ്രോൺസ്, ബ്രാസ് എക്സെട്ര. അതായത് കോഴ്സ് പിച്ച് ബ്ലേഡ് ആണ്, കോഴ്സ് പിച്ച് ആയിട്ടുള്ള ബ്ലേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ നമുക്കത് കൺസിഡർ ചെയ്യാം. മൂന്നാമത്തെ നോക്കി, പിച്ച് സൈസ് ഓഫ് ദ കോഴ്സ് പിച്ച് ബ്ലേഡ് ഈസ് 0.8 mm അല്ലെ? പിച്ച് സൈസ് എന്ന് പറയുന്നത്, പിച്ച് സൈസ് ഓഫ് കോഴ്സ് പിച്ച് എന്ന് പറയുന്നത് 0.8 mm. അപ്പൊ ഫൈന്, മീഡിയം, കോഴ്സ് പിച്ച് ആണുള്ളത്. അപ്പൊ അത്തരത്തിൽ കോഴ്സ് ആയിട്ടുള്ളതാണ് ഉള്ളത്. അപ്പൊ 0.8 ആണ് എന്നാണ് അവർ പറയുന്നത് അല്ലെ? അത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ? സോ നമുക്ക് അത്തരത്തിൽ പറയാം, പിച്ച് സൈസ് എന്ന് പറയുന്നത്, കോഴ്സ് പിച്ച് ഓഫ് ബ്ലേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1.8 mm ആണെന്നുള്ളത് അറിയാം. 1.8 mm ആണ് ഉത്തരമായിട്ട് വരാൻ സാധ്യത കൂടുതൽ അല്ലെ? സോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് പറയാം 1ഉം 2ഉം കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പിച്ച് സൈസ് ഓഫ് കോഴ്സ് പിച്ച് ബ്ലേഡ് എന്ന് പറയുന്നത് 1.8 mm ആണ്. ഇവിടെ 0.8 mm ആണ് കൊടുത്തിരിക്കുന്നത്. സോ 1ഉം 2ഉം കറക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നുണ്ടാവുക. സോ 1ഉം 2ഉം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കാം. സോ സ്പെസിഫിക്കേഷൻ ഓഫ് ഹാക്സോയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്തരത്തിൽ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഹാക്സോ ബ്ലേഡ് ആർ സ്പെസിഫൈഡ് ബൈ ലെങ്ത്, പിച്ച്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ഫോർ എക്സാമ്പിൾ 300 1.8 mm പിച്ച്, ഇത്തരത്തിൽ ലോ അലോയ്, ഓൾ ഹാർഡ് ബ്ലേഡ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഫോർ സോഫ്റ്റ് മെറ്റീരിയൽ സച്ച് എസ് ബ്രോൺസ്, ബ്രാസ്, സോഫ്റ്റ് സ്റ്റീൽ, കാസ്റ്റ് അയൺ എക്സെട്ര. അവിടെ 1.8 mm പിച്ച് ബ്ലേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോഴ്സ് പിച്ച് ബ്ലേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? കോഴ്സ് പിച്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ കോഴ്സ് പിച്ചിനകത്താണ് നമ്മൾ സോഫ്റ്റ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഴ്സ് പിച്ചിന്റെ ആ ഒരു പിച്ച് വാല്യൂ എത്രയാണ്? 1.8 mm ആണ്. 0.8 mm അല്ല, 1.8 mm ആണ്. സോ അതാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, 31ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ബോൾ പീൻ ഹാമർ? ബോൾ പീൻ ഹാമറുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, വെഡ്ജസ് ഫിക്സ് ദ ഹാൻഡിൽ ഇൻ ദ ഐ ഹോൾ അല്ലെ? ഇത്തരത്തില് വെഡ്ജസിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഹാൻഡിൽ ഐ ഹോളിലൂടെ കയറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിക്സ് ചെയ്യുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വെയിറ്റ് ഓഫ് ദ ഹാമർ ഈസ് സ്റ്റാമ്പ്ഡ് ഓൺ ദ ചീക്ക്, റൈറ്റ് ആണ്. കാര്യം ചീക്കാണ് നമ്മൾ ഹാർഡൻ ചെയ്യാത്തൊരു പോർഷൻ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ആ ഒരു ഹാമറിന്റെ വെയിറ്റ് നമ്മൾ സ്റ്റാമ്പ് ചെയ്യാറുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹാമർ ഈസ് മേഡ് അപ്പ് ഓഫ് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ, അത്തരത്തിൽ ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കുന്നുണ്ടാവുക. ഓപ്ഷൻ 3ഉം കറക്റ്റ് ആണ്. നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി അബോവ് ആണ് നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് വെഡ്ജസ് സഹായത്തോട് വെഡ്ജസ് ഫിക്സ് ചെയ്യുന്നുണ്ടാവും ഹാൻഡിൽ ഇൻ ദ ഐ ഹോൾ അല്ലെ? ഐ ഹോളിലൂടെ ഹാൻഡിൽ നമുക്ക് വെഡ്ജസിന്റെ സഹായത്തോടുകൂടി ഫിക്സ് ചെയ്യാൻ സാധിക്കും. വെയിറ്റ് ഓഫ് ദ ഹാമർ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് ചീക്കിലാണ്. ഹാമർ ഈസ് മെയ്ഡ് ഓഫ് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ തന്നെയാണ് അല്ലെ? അത്തരത്തിൽ ഡ്രോപ്പ് ഫോർജ്ഡ് ആയിട്ടുള്ള കാർബൺ സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ ഹാമർ നിർമ്മിച്ചിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് ആണ് റൈറ്റ് ആൻസർ. 32ാമത്തെ ചോദ്യം, ഹാഫ് റൗണ്ട് നോസ് ചിസൽ ഈസ് യൂസ്ഡ് ടു? ഹാഫ് റൗണ്ട് നോസ് ചിസൽ ഈസ് യൂസ്ഡ് ടു? ഓപ്ഷൻ എ, ചിപ്പ് ഓഫ് എക്സസ് മെറ്റൽ ഓഫ് വെൽഡഡ് ജോയിന്റ് ആൻഡ് കാസ്റ്റിംഗ്. ഓപ്ഷൻ ബി, കട്ടിംഗ് കീവേ. ഓപ്ഷൻ സി, കട്ടിംഗ് ഓയിൽ ഗ്രൂവ്. ഓപ്ഷൻ ഡി, സ്ക്വയറിംഗ് മെറ്റീരിയൽ അറ്റ് കോർണേഴ്സ്. നമുക്കറിയാം ഹാഫ് റൗണ്ട് നോസ് ചിസൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓയിൽ ഗ്രൂവുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ? ഓയിൽ ഗ്രൂവുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മളുടെ ചിത്രം ഇവിടെ കാണുന്നുണ്ട്, ഹാഫ് റൗണ്ട് നോസ് ചിസൽ എന്ന് പറയുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഓയിൽ ഗ്രൂവ് അല്ലെങ്കിൽ കർവ്ഡ് ഗ്രൂവുകളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാഫ് റൗണ്ട് നോസ് ചിസൽ യൂസ് ചെയ്യുന്നു. മറ്റു ചോദ്യം, ഇൻ എ വെർനിയർ കാലിപ്പർ 9 മെയിൻ സ്കെയിൽ ഡിവിഷൻ ആർ ഡിവൈഡഡ് ഇൻടു 10 ഈക്വൽ പാർട്സ് അല്ലെ? ഇത്തരത്തിൽ ഒരു വെർനിയർ കാലിപ്പർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിനകത്ത് 9 മെയിൻ സ്കെയിലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 10 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 9/10 എന്നുള്ളത് ഓർത്തിരിക്കാം. ഇൻ ദ വെർനിയർ സ്കെയിൽ വാല്യൂ ഓഫ് 1 മെയിൻ ഡിവിഷൻ എന്ന് പറയുന്നത് 1 mm ആണ് അല്ലെ? 1 മെയിൻ ഡിവിഷൻ 1 MSD അല്ലെ? 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 mm ആണ്. സോ വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദിസ് വെർനിയർ കാലിപ്പർ? അപ്പൊ വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ LC ഈസ് ഈക്വൽ ടു അല്ലെ 1 MSD മൈനസ് 1 VSD എന്നുള്ളതാണ് അല്ലെ നമ്മുടെ ഉത്തരം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 MSD മൈനസ് 1 VSD ആണ്. 1 MSD 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 mm ആണ്. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 mm ആണ്. എന്നാൽ നമ്മളുടെ 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 9/10 ആണ് അല്ലെ? 9/10 എന്ന് പറയുന്നത് 9/10 ആണെന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ 1 മൈനസ് എന്താണ്
9/10 എന്ന് പറയുന്നത് 1 - 0.9 ആണ്. സോ അതുകൊണ്ട് തന്നെ 0.1 ആണ് ഉത്തരം വരുന്നുണ്ടാവുക. 0.1 mm ആണ് ഉത്തരം വരിക. സോ 0.1 mm ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ആ ഒരു 9 MSDR ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ് ഓൺ ദ വെർനിയർ സ്കെയിൽ. 1 VSD എന്ന് പറയുന്നത് 9/10 ആണ്. സോ 0.9 mm ആണ് നമ്മളുടെ ആ ഒരു 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സോ ലീസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം 1 MSD 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 VSD ആണ്. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ് നമ്മുടെ ലീസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 mm എന്ന് പറയുന്നുണ്ട്. 1 mm മൈനസ് 0.9 mm അല്ലെ. 1ൽ നിന്നും 0.9 കുറച്ച് കഴിഞ്ഞാൽ 0.1 mm ആണ് നമ്മുടെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റേ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ജെന്നി കാലിപ്പർ? അപ്പൊ ജെന്നി കാലിപ്പർ അല്ലെങ്കിൽ ഓഡ് ലെഗ് കാലിപ്പർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ അതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. 34ാമത്തെ ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ലൈൻസ് പാരലൽ ടു ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. കറക്റ്റ് ആണ്. ഇൻസൈഡ് ഔട്ട്സൈഡ് എഡ്ജിന് പാരലായിട്ട് നമുക്ക് ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള വെർനിയർ ജെന്നി കാലിപ്പർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അനദർ നെയിം ഓഫ് ദിസ് കാലിപ്പർ ഈസ് ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ. കറക്റ്റ് ആണ്. ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ അല്ലെങ്കിൽ ഓഡ് ലെഗ് കാലിപ്പർ അല്ലെങ്കിൽ ജെന്നി കാലിപ്പർ എന്നൊക്കെ അറിയപ്പെടുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: ജെന്നി കാലിപ്പർ ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ സെന്റർ ഓഫ് റൗണ്ട് ബാർ. റൗണ്ട് ബാറിന്റെ ഒക്കെ സെന്റർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇത്തരത്തിൽ ജെന്നി കാലിപ്പർ യൂസ് ചെയ്യാറുണ്ട്. സോ 1, 2, 3 കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദി എബോ അല്ലെ. ഓൾ ഓഫ് ദി എബോ 1, 2 and 3 നമ്മളുടെ റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരാൻ സാധിക്കുന്നത് അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി നമ്മളുടെ ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. മറ്റേ ചോദ്യം: ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ അല്ലെ. ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ വളരെ തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ നോക്കി. ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 5 mm, ഓപ്ഷൻ ബി 0.5 mm, ഓപ്ഷൻ സി 1 mm, അതുപോലെ തന്നെ 0.5 സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. 0.5 സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കറിയാം ഉത്തരം എന്താ വരിക? ഉത്തരം നമുക്കറിയാം 0.5 mm ആണ്. 0.5 mm ആണ് ഉത്തരമായിട്ട് വരിക. സോ ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത് 0.5. ആ ഒരു സ്റ്റീൽ റൂൾ എന്നത് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആണ്. ദാറ്റ് ഈസ് 0.5 mm എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. മറ്റു ചോദ്യം: വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇൻ വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ? ഇപ്പൊ വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിനകത്ത് 1 മെയിൻ സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ എത്രയാണ്? സോ ദ വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇൻ ബിവൽ പ്രൊട്രാക്ടർ അല്ലെ. വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിനകത്ത് 1 മെയിൻ സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ എത്രയാണ്? 1 ഡിഗ്രി, ദാറ്റ് ഈസ് 5 മിനിറ്റ്സ്, അതുപോലെ തന്നെ 5 സെക്കൻഡ്, അത് 1 മിനിറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. സോ അതുകൊണ്ട് നമുക്ക് പറയാം ദാറ്റ് ഈസ് 1 ഡിഗ്രി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ നമ്മളുടെ ആ ഒരു ദാറ്റ് ഈസ് വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിനകത്ത് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 ഡിഗ്രി ആണ്. എന്നാൽ അതിന്റെ ആക്യുറസി എന്ന് പറയുന്നത് അല്ലെ, അതിന്റെ ആക്യുറസി എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ആണെന്നുള്ളത് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റേ ചോദ്യം: നെയിം ദ പവർ പ്രസ് ഓപ്പറേഷൻ വിച്ച് ഈസ് മെയിൻലി യൂസിംഗ് ഫോർ പ്രൊഡ്യൂസിംഗ് വെന്റിലേറ്റേഴ്സ് ഇൻ ഡക്ട് വർക്ക്, electrical panels, vehicle bodies, etc. Here, sheet metal is cut through part of its length and then bending the cut portion as a ventilator. ഇത്തരത്തിൽ ഈ ഒരു പോർഷൻ നോക്കിയാൽ മതി. വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിൽ നോക്കി ആ ഒരു ഷീറ്റ് മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്യുന്നു, ലെങ്ത് വൈസിൽ കട്ട് ചെയ്യുന്നു, ബെൻഡ് ചെയ്യുന്നു, ഒരു ചെറിയൊരു പോർഷൻ ബെൻഡ് ചെയ്തിട്ട് ആ വെന്റിലേറ്റേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സോ ആ ഒരു ഓപ്പറേഷൻ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ എ ബ്ലാങ്കിങ്, ഓപ്ഷൻ ബി സ്ലിറ്റിംഗ്, ഓപ്ഷൻ സി ലാൻസിങ്, ഓപ്ഷൻ ഡി നിബ്ലിംഗ്. നമുക്കറിയാം ദാറ്റ് ഈസ് വെന്റിലേഷൻ ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ലാൻസ്ഡ് വിൻഡോസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ലാൻസിങ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റേ ചോദ്യം: വാട്ട് ഈസ് ബെൻഡിങ് ഓപ്പറേഷൻ ദാറ്റ് deforming the sheet metal at the face of previously punched hole to accommodate head of screws അല്ലെ. ഇത്തരത്തിൽ ആ ഒരു സ്ക്രൂസിന്റെ ഒക്കെ ഹെഡ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ്ലി പഞ്ച് ചെയ്തിട്ടുള്ള ഹോളിൽ നമ്മൾ ചെറിയൊരു ഡിഫോർമേഷൻ കൊടുക്കാറുണ്ട്. അതിനെ എന്താ വിളിക്കുക? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ആംഗിൾ ബെൻഡിങ്, ഓപ്ഷൻ ബി ഫോമിംഗ്, ഓപ്ഷൻ സി കേളിംഗ്, ഓപ്ഷൻ ഡി പ്ലഞ്ചിങ്. നമുക്ക് പറയാം ഓപ്ഷൻ ഡി പ്ലഞ്ചിങ് ആണ് നമ്മുടെ ഒരു ഓപ്പറേഷൻ. പ്ലഞ്ചിങ് എന്ന് പറയുന്ന ഓപ്പറേഷനിലാണ് നമ്മൾ ഇത്തരത്തിൽ പ്രീവിയസ്ലി പഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഹോളിനകത്ത് ആ സ്ക്രൂസിന്റെ ഒക്കെ ഹെഡ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഡിഫോർമേഷൻ കൊടുക്കുന്നുണ്ടാവും അല്ലെ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: നെയിം ദ ബെൻഡിങ് ഓപ്പറേഷൻ ഇൻ വിച്ച് എഡ്ജ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ഫോം ഇൻ ദ ഷേപ്പ് ഓഫ് റോൾ ഓഫ് സോളിഡ് വയറിംഗ് ഓർ ഹോളോ വയറിംഗ് പർപ്പസ്. ഇത്തരത്തിൽ എന്താണ് സോളിഡ് വയറിംഗ് അല്ലെങ്കിൽ ഹോളോ വയറിംഗ് പർപ്പസ് റോൾ ആയിട്ട് നമ്മൾ ആ ഒരു എഡ്ജ് വന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ടാവും. അത് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ബെൻഡിങ്, ആംഗിൾ ബെൻഡിങ് ആണ്, ഓപ്ഷൻ ബി ഫോമിംഗ് ആണ്, ഓപ്ഷൻ സി കേളിംഗ് ആണ്, ഓപ്ഷൻ ഡി പ്ലഞ്ചിങ് ആണ്.
അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് എന്താണ് ഫോമിങ്ങിനകത്താണ് ഇത്തരത്തിലുള്ള ബെൻഡിങ് ഒക്കെ വരുന്നുണ്ടാവുക. അപ്പൊ അത് വളരെ ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഫോമിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് വരുന്നത് നമ്മുടെ ഉത്തരമായിട്ടുള്ള കേളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ കേളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് ആ ഒരു എഡ്ജ് പോർഷൻ നമുക്ക് ഒരു ഷീറ്റ് മെറ്റലിലേക്ക് ഒരു എഡ്ജ് പോർഷൻ നമുക്ക് എന്താണ് വളച്ച് രീതിയിൽ വയറിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ ഇത്തരത്തിൽ ഹോളോ വയറിംഗ് പർപ്പസ് സോളിഡ് വയറിംഗ് പർപ്പസ് ഒക്കെ നമുക്ക് ഇത്തരത്തിൽ കർവ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ അത് കേളിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് സി നമുക്ക് സൂറ്റബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഓപ്പറേഷൻ ഓഫ് കട്ടിംഗ് ഷീറ്റ് മെറ്റൽ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അലോങ് ദ ലെങ്ത് അല്ലെ അലോങ് ദ ലെങ്ത് സ്ട്രേറ്റ് ആയിട്ട് കട്ട് ചെയ്തു പോകുന്ന ആ ഒരു ഓപ്പറേഷൻ ഏതാണ്? ഓപ്ഷൻ എ ഗ്രൂവിംഗ്, ഓപ്ഷൻ ബി സ്ലിറ്റിംഗ്, ഓപ്ഷൻ സി ലാൻസിങ്, ഓപ്ഷൻ ഡി ക്രീസിംഗ്. നമുക്ക് പറയാം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി സ്ലിറ്റിംഗ് ആണ് നമ്മുടെ ഉത്തരം. സോ സ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് ഇത്തരത്തിൽ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, സോ അത്തരത്തിൽ ഓപ്ഷൻ ബി നമുക്ക് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് സൈസ് ഓഫ് ബ്ലാങ്ക് അല്ലെ ഇത്തരത്തിൽ ആ ഒരു ബ്ലാങ്കിന്റെ ഒരു അപ്രോക്സിമേറ്റ് സൈസ് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ്. സോ റിക്വയർഡ് ടു മേക്ക് അപ്പ് എ കപ്പ് if the diameter and height of the required cup is 50 mm and 80 mm respectively അല്ലെ ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു കപ്പിന്റെ ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 80 mm അതുപോലെ തന്നെ ഡയമീറ്റർ എന്ന് പറയുന്നത് 50 mm ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാങ്കിന്റെ സൈസിന്റെ അപ്രോക്സിമേറ്റ് ഉള്ള സൈസ് എത്രയെന്നുള്ളതാണ് ചോദ്യം. സോ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ബ്ലാങ്കിന്റെ ഡയമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്മോൾ ഡി എന്ന് പറയുന്നത് കപ്പിന്റെ ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്മോൾ എച്ച് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു കപ്പിന്റെ ഹൈറ്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് വരാം. ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി സ്ക്വയർ പ്ലസ് 4dh എന്നുള്ള ബേസിക് ഇക്വേഷൻ ആണ്. സോ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉത്തരം എന്താ വരിക? ഉത്തരം നമുക്ക് ദാറ്റ് ഈസ് 136 mm എന്നുള്ള രീതിയിൽ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടാകും. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ചോദ്യമാണ്, വാട്ട് ഈസ് ദ എക്സാക്ട് മീനിങ് ഓഫ് പ്ലാനിഷിംഗ് അല്ലെ പ്ലാനിഷിംഗുമായി ബന്ധപ്പെട്ട് എക്സാക്ട് മീനിങ് എന്താണ്? സോ എക്സാക്ട് മീനിങ് ഓഫ് പ്ലാനിഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റനിങ് തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഫ്ലാറ്റനിങ് ആണ് ഉത്തരമായിട്ട് വരിക. സോ വാട്ട് ഈസ് ദ എക്സാക്ട് മീനിങ് ഓഫ് പ്ലാനിഷിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്ഷൻ ഡി ഫ്ലാറ്റനിങ് ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ഇതാണ്, which among the following is just opposite operation of following അല്ലെ ഫോളോയിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ഏതാണ്? ഓപ്ഷൻ എ ഫ്ലാറ്റനിങ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി ഫോൾഡിങ്, ഓപ്ഷൻ സി റൈസിങ്, ഓപ്ഷൻ ഡി പ്ലഞ്ചിങ്. നമുക്കറിയാം ഓപ്ഷൻ സി റൈസിങ് ആണ് അല്ലെ ഓപ്പോസിറ്റ് ടു ഫോളോയിങ് എന്ന് പറയുന്നത്. അപ്പൊ ഫോളോയിങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏതാണ് ഓപ്പറേഷൻ? ദാറ്റ് ഈസ് റൈസിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണെന്ന് നമുക്കറിയാം അല്ലെ. സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. ചോദ്യം ഇതാണ്, which method of processing is mainly using to make seamless object അല്ലെ ഒരു ജോയിന്റ് ഫ്രീ ആയിട്ടുള്ള ഒബ്ജക്ട് അല്ലെങ്കിൽ സീംലെസ് ഒബ്ജക്റ്റ് ഒക്കെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് ഏതാണ്? ഓപ്ഷൻ എ സ്പിന്നിങ്, ഓപ്ഷൻ ബി ക്രീസിങ്, ഓപ്ഷൻ സി ഗ്രൂവിംഗ്, ഓപ്ഷൻ ഡി സ്ലിറ്റിംഗ്. നമുക്കറിയാം സ്പിന്നിങ് ഓപ്പറേഷൻ ഇത്തരത്തിൽ നമ്മൾ ലേറ്റിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. സ്പിന്നിങ് ഓപ്പറേഷൻ നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ അതായത് യൂട്ടൻസിൽസ് ഒക്കെ നമ്മൾ സാധാരണ മാനുഫാക്ചർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മിസൈൽസിന്റെ ഒക്കെ ഡോം ഷേപ്പ് ഒക്കെ ഇത്തരത്തിൽ സ്പിന്നിങ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ സ്പിന്നിങ് എന്ന് പറയുന്ന ഒരു ഫോമിംഗ് ഓപ്പറേഷൻ ആണ്. അത് സീംലെസ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് സ്പിന്നിങ് എന്ന് പറയുന്ന പ്രോസസ് ആണ് ഉത്തരമായിട്ട് വരാൻ സാധ്യത. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാൻ. ചോദ്യം ഇതാണ്, which among the following operation is not assuming as a seam of a sheet metal? അപ്പൊ ഷീറ്റ് മെറ്റലിനകത്ത് നമ്മൾ സീം ചെയ്യാൻ വേണ്ടി അസ്യൂം ചെയ്യാത്തൊരു ഓപ്പറേഷൻ ഏതാണ്? സീം ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യാത്തൊരു ഓപ്പറേഷൻ ഏതാണ്? ഓപ്ഷൻ എ ലോക്ക്ഡ് ഗ്രൂവ്ഡ്, അതുപോലെ തന്നെ ഓപ്ഷൻ ബി പാൻഡ് ഡൗൺ, ഓപ്ഷൻ സി പിറ്റ്സ്ബർഗ്, ഓപ്ഷൻ ഡി നോച്ചിങ്. നമുക്കറിയാം നോച്ചിങ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. നോച്ചിങ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ആ ഒരു എൻഡ് പോർഷൻ വന്ന് എന്താണ് കട്ട് ചെയ്ത് പറ്റുന്ന ഒരു ഓപ്പറേഷൻ ആണ് നോച്ചിങ് എന്ന് പറയുന്ന ഒരു ഷിയറിംഗ് ഓപ്പറേഷൻ ആണ് നോച്ചിങ്. ബാക്കി മൂന്നും നമ്മൾ സീം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെ ഇത്തരത്തിൽ ഓപ്പറേഷൻ യൂസ്ഡ് ഫോർ മേക്കിംഗ് സീം അല്ലെ പലതരത്തിലുള്ള സീമുകൾ, അതായത് ലോക്ക്ഡ് ഗ്രൂവ്ഡ് സീം അല്ലെങ്കിൽ പാൻ ഡൗൺ അല്ലെങ്കിൽ പിറ്റ്സ്ബർഗ് സീമുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. നോട്ട് അസ്യൂമിങ് ആസ് എ സീം ഓഫ് ഷീറ്റ് മെറ്റൽ. ഷീറ്റ് മെറ്റലിന്റെ സീം അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി നമുക്ക് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. മറ്റൊരു ചോദ്യം, what is the process of drawing with related to പവർ പ്രസ് ഓപ്പറേഷൻ? നമ്മുടെ പ്രസ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഡ്രോയിങ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ കപ്പ് ഡ്രോയിങ് ആണ്. സോ കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതൊന്നും മനസ്സിലാക്കാൻ അത്രേ ഉള്ളൂ. സോ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഡ്രോ ദ ഡെവലപ്മെന്റ് ഓഫ് ഫ്ലാറ്റ് ഷീറ്റ് മെറ്റൽ ബ്ലാങ്ക്സ്. ഓപ്ഷൻ ബി പ്രൊഡ്യൂസിംഗ് കപ്പ് ഷേപ്പ് പാർട്ടിക്കിൾ ഫ്രം ദ ഫ്ലാറ്റ് ഷീറ്റ് മെറ്റൽ ബ്ലാങ്ക്. ഓപ്ഷൻ സി സ്ട്രെയിറ്റനിങ് ദ കർവ്ഡ് or bent on the sheet metal part.
ഓപ്ഷൻ ഡി ബെൻഡിങ് ഷീറ്റ് മെറ്റൽ ടു ഷാർപ്പ് ആംഗിൾ. നമുക്ക് ഉത്തരമായിട്ട് എന്താ കൺസിഡർ ചെയ്യാൻ പറ്റുക? നമുക്കറിയാം ഇത്തരത്തിൽ കപ്പ് ഷേപ്ഡ് ആർട്ടിക്കിൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഡ്രോയിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. സംശയമൊന്നും വേണ്ട, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അണ്ടർ ദ പ്രോസസ് ഓഫ് കാറ്റഗറി പവർ പ്രസ്. പവർ പ്രസിന്റെ കാറ്റഗറിയിൽ വരാത്തത് ഏതാണ്? അപ്പൊ ഈ പറയുന്ന ബ്ലാങ്കിങ് ഓപ്പറേഷൻ, പിയേഴ്സിംഗ്, ഓപ്ഷൻ സി കേളിംഗ്, ഓപ്ഷൻ ഡി പഞ്ചിങ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇത്തരത്തിൽ പവർ പ്രസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഉത്തരം വരാൻ സാധ്യതയുള്ളത് കേളിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആയിരിക്കും. ചെറിയൊരു ക്വസ്റ്റ്യൻ, ചെറിയൊരു മിസ്റ്റേക്ക് അതിനകത്ത് കാണുന്നുണ്ട്. സോ ബ്ലാങ്കിങ്, പിയേഴ്സിംഗ്, പഞ്ചിങ് ഒക്കെ നമുക്ക് ഷിയറിംഗ് ഓപ്പറേഷൻ ആണ്. കേളിംഗ് എന്ന് പറയുന്ന ഒരു ഫോമിംഗ് ഓപ്പറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ ഒരു ഫോമിംഗ് പ്രോസസ്സ് പവർ പ്രസിൽ ചെയ്യുന്ന ഏതാണെന്നുള്ള ചോദ്യമായിരിക്കും ഒരു ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ചെറിയൊരു കൺഫ്യൂഷൻ അകത്ത് വരുന്നുണ്ട്. സോ ഓപ്ഷൻ സി ഇവിടെ നമുക്ക് അത്യാവശ്യം കൺസിഡർ ചെയ്യാം. ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി കൊടുക്കാം. ബാക്കി മൂന്നും പിയേഴ്സിംഗ് ഓപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ബാക്കി മൂന്നും ഷിയറിംഗ് ഓപ്പറേഷൻ ആണ്. കേളിംഗ് ആണ് നമ്മുടെ ഫോമിംഗ് ഓപ്പറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഇത്തരത്തിൽ പവർ പ്രസിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷനുകളാണ് ഇതെല്ലാം. ഓക്കെ, എങ്കിൽ തന്നെയും നമുക്ക് ഓപ്ഷൻ സി നമുക്ക് കൊടുക്കാം, കേളിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം ഇതാണ്: വിച്ച് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ഈസ് മെയിൻലി യൂസിങ് ടു മേക്ക് ഒബ്ജക്ട് ലൈക്ക് ട്രങ്കേറ്റഡ് കോൺ. അല്ലെ, ട്രങ്കേറ്റഡ് കോണുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന എന്താണ്, ഏത് ടൈപ്പ് ഡെവലപ്മെന്റ് ആണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഏത് ടൈപ്പ് ഡെവലപ്മെന്റ് ആണെന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് പാരലൽ ലൈൻ ഡെവലപ്മെന്റ്, ഓപ്ഷൻ ബി റേഡിയൽ ലൈൻ ഡെവലപ്മെന്റ്, ഓപ്ഷൻ സി ട്രയാങ്കുലേഷൻ മെത്തേഡ്, ഓപ്ഷൻ ഡി ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? നമുക്കറിയാം ട്രങ്കേറ്റഡ് കോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റേഡിയൽ ലൈൻ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: which type of development is mainly using to make an object like transition piece. അത്തരത്തിൽ ട്രാൻസിഷൻ പീസുകളിലൊക്കെ നമ്മൾ സാധാരണ ട്രയാങ്കുലർ ട്രയാങ്കുലർ മെത്തേഡ്, നമ്മൾ ട്രയാങ്കുലേഷൻ മെത്തേഡ് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷനും ഉണ്ട്, എങ്കിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് പറയാൻ സാധിക്കുക അത്തരത്തിൽ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് പാരലൽ ലൈൻ ഡെവലപ്മെന്റ്, ഓപ്ഷൻ ബി റേഡിയൽ ലൈൻ ഡെവലപ്മെന്റ്, ഓപ്ഷൻ സി ട്രയാങ്കുലേഷൻ മെത്തേഡ്, ഓപ്ഷൻ ഡി ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ. അപ്പോൾ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷനിൽ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം പറയാം, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആയിട്ട് കൺസിഡർ ചെയ്യാം, ദാറ്റ് ഈസ് ട്രയാങ്കുലേഷൻ മെത്തേഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 51ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് development is mainly using to make an object like cylinder and its oblique. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോ എന്താ പറയാ, സിലിണ്ടർ പോലത്തെ പാർട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കാം? നമ്മൾ ചെയ്യുന്നത് പാരലൽ ലൈൻ ഡെവലപ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് വിച്ച് മെത്തേഡ് ഓഫ് ഡെവലപ്മെന്റ് ഈസ് മെയിൻലി യൂസിങ് ടു മേക്ക് ആൻ ഒബ്ജക്ട് ലൈക്ക് ഹെമിസ്ഫിയർ ഷേപ്പ്. ഓക്കെ, ഹെമിസ്ഫിയർ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഉപയോഗിക്കുന്നത് ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ എന്താ പറയാ, പാരലലും റേഡിയലും ട്രയാങ്കുലേഷൻ മെത്തേഡും വെച്ച് ചെയ്യാൻ പറ്റാത്തൊരു ആണ് ഹെമിസ്ഫിയർ. അപ്പൊ നമ്മൾ അതിന് ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് 53, which among the following machine is generally using to do an internal locked grooved seam on cylindrical component എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് ഓപ്ഷൻ എ ആണ്, ബാർ ഫോൾഡർ മെഷീൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ വാട്ട് വിൽ ബി ദ അലവൻസ് ഓഫ് ലോക്ക്ഡ് ഗ്രൂവ്ഡ് സീം വിത്ത് ദ ഇഫ് ദ അവൈലബിൾ വിഡ്ത്ത് ഓഫ് എൻ ഹാൻഡ് ഗ്രൂവർ is 6.5 mm and thickness is 0.5 mm. അപ്പൊ ഇതിൽ നമുക്ക് ടെസ്റ്റിൽ നോക്കുന്ന സമയത്ത് ഇതിൽ നമുക്കൊരു ഇക്വേഷൻ കാണുന്നുണ്ട്. ഓക്കെ, ടെസ്റ്റിൽ നമുക്ക് എന്താ പറയാ, നമുക്കൊരു ഇക്വേഷൻ കാണുന്നുണ്ട്. അതിൽ പക്ഷെ തിക്നെസ് ആണ് പറയുന്നത്. തിക്നെസ് ഈസ് ഈക്വൽ ടു എന്താ പറയാ, ഹാൻഡ് ഗ്രൂവറിന്റെ വിഡ്ത്ത്. ഓക്കെ, എന്താ പറയാ, നമുക്ക് അങ്ങനൊരു ഇക്വേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് പ്രകാരം നമുക്ക് വരുന്നത് 5 mm ആണ്. പക്ഷെ അതിൽ വിഡ്ത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് 5 mm ആണ് വരുന്നത്. പക്ഷെ അതിൽ വിഡ്ത്ത് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിൽ ചോദിച്ചിരിക്കുന്ന അലവൻസ് ആണ്. അപ്പൊ അതൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. എന്നാലും നമുക്ക് ഇതിൽ ടെസ്റ്റ് പ്രകാരം 5 mm. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സീം ഇസ് നോൺ ആസ് ബോട്ടം ഡബിൾ സീം. ഓക്കെ, ബോട്ടം ഡബിൾ സീം. അപ്പോൾ നമുക്ക് അതിൽ വരുന്നത് നോക്ക്ഡ് അപ്പ് സീം. ഓക്കെ, നോക്ക്ഡ് അപ്പ് സീമിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ബോട്ടം ഡബിൾ സീം എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് സീം ഇസ് ജനറലി യൂസിങ് ഫോർ ഡക്ട് ഫാബ്രിക്കേഷൻ വർക്ക്. ഓക്കെ, അപ്പൊ അതിൽ വരുന്നത് ആൻസർ വരുന്നത് ഹാമർ ലോക്ക് സീം ആണ്. നമുക്ക് സാധാരണ ഫിക്സ് ബുഷ് സീം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മറ്റൊരു പേരാണ് എന്ത്, ഹാമർ ലോക്ക് സീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹാമർ ലോക്ക് സീം. അതുപോലെ തന്നെ ഓക്കെ, among the following seam which one is similar to Pittsbush seam? It is a roll formed seam made by machine.
അപ്പൊ അതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് സ്നാപ്പ് ലോക്ക്. ഓക്കെ, സ്നാപ്പ് ലോക്ക് സീം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് ഓക്കെ. അതുപോലെ തന്നെ ഷുഡ് ബി ദ ലാപ്ഡ് വിഡ്ത്ത് ഓഫ് സോൾഡഡ് ലാപ്പ് ജോയിന്റ് ഫോർ ദ സഫിഷ്യന്റ് കോണ്ടാക്ട് ഓഫ് സോൾഡർ ഓൺ ഇറ്റ്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് അതിൽ 3 to 5 ടൈംസ് എന്നൊരു ആൻസർ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് വരുന്നത് ഇപ്പോൾ 3 to 5 ടൈംസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഓപ്ഷനോട് മുന്നോട്ട് പോവാം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അധികം വരുന്നത് 3 to 5 ടൈംസ് എന്നതാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നതിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൽ 2 to 5 ടൈംസ് ആണ് നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ ഇതിന് കുറച്ചുകൂടി മാച്ച് ചെയ്ത് നമുക്ക് വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് സ്റ്റേക്ക് ജോയിന്റ്? ഓക്കെ, സ്റ്റേക്ക് ജോയിന്റ് അതർ നെയിം. അപ്പോൾ സ്റ്റേക്ക് ജോയിന്റ് അതർ നെയിം എന്ന് പറയുന്നത് ടോയ് ജോയിന്റ് എന്നുള്ളതാണ്. ഓക്കെ, ട്രേസ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. അപ്പൊ നമുക്ക് ഇതിൽ വയറിംഗ് ഉണ്ട്, ഹെമ്മിങ് ഉണ്ട്, എന്താ പറയാ കർലിംഗ് ഉണ്ട്, എംബോസിങ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ആൻസർ ആയിട്ട് എംബോസിങ് ആണ് വരുന്നത്. കാരണം ഇപ്പോ എന്താ പറയാ നമ്മളിപ്പോ ഹെമ്മിങ്, കർലിംഗ്, വയറിംഗ് ഒക്കെ ഒരു വയറിങ്ങും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താ പറയാ പ്രോസസ്സുകളിലാണ്. അപ്പോൾ എംബോസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു മെഡലൊക്കെ ഇന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ് വയറിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സുകളാണ് വയറിംഗ്, ഹെമ്മിങ് ആൻഡ് കർലിംഗ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ നമുക്ക് ഇതിൽ ഓഡ് വൺ എന്ന് പറയുമ്പോൾ എംബോസിങ് ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വാട്ട് ഈസ് ദ നെയിം ഓഫ് ഓപ്പറേഷൻ ബൈ വിച്ച് റിമൂവിംഗ് ദ എക്സസ് മെറ്റൽ ഇൻ റിക്വയർഡ് സൈസ് ഫ്രം ദ എഡ്ജ് ഓഫ് ഷീറ്റ് ടു ഫോം എ ഡിസൈർഡ് ഒബ്ജക്ട് ഇസ് കറക്റ്റ് സൈസ് ആൻഡ് ഷേപ്പ്. അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് പഞ്ചിങ് ആണ് വരുന്നത്. And give the name of power press operation in which flat components are produced from sheet metal. Here the metal cutout is the required component and the sheet with the cut on the die is scrap. അപ്പോൾ നമുക്ക് ഇതിൽ ഇപ്പോൾ ബ്ലാങ്കിങ്, ഗ്രൂവിങ്, ഷിയറിങ്, നോച്ചിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ആൻസർ ആയിട്ട് ഇതിൽ വരുന്നത് നമുക്ക് എന്താ പറയാ ബ്ലാങ്കിങ് ആണ് വരുന്നത്. Which among the following power press operation is used to produce a shallow relief design on flat sheet metal component and is mainly using for producing impression of figures, letters or design? അപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസിൽ എംബോസിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ല. എംബോസിങ് എങ്ങനെയാണ്? അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എംബോസിങ് ആണ്. അപ്പം എന്താ പറയാ യൂസിങ് പ്രൊഡ്യൂസിങ് ഇംപ്രഷൻ, ഫിഗർ ഒക്കെ അപ്പൊ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് എംബോസിങ് എന്ന് പറഞ്ഞ മെത്തേഡാണ്. Name the power press operation that produce circular holes in regular pattern or evenly spaced. നമുക്കറിയാം. അപ്പൊ ആൻസർ ഇതിൽ ഓപ്ഷൻ സി ആണ് വരുന്നത്, പെർഫറേറ്റിംഗ്. Which of the following is not the part of gas metal arc welding accessory? അപ്പൊ ഇതിൽ നമുക്ക് ഓപ്ഷൻ എ ഫ്ലോ മീറ്റർ, മാനുവലി ഹെൽഡ് ഗൺ, റെഗുലേറ്റർ, ഓപ്ഷൻ ഡി ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇത്തിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും അല്ലെ. പക്ഷെ അതിൽ നോക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് അറിയാം ഇതാണ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗ്യാസ് എന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഗ്യാസ് വെൽഡിംഗ് ആയിട്ട് തോന്നാം. പക്ഷെ ഇതിൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ്. അപ്പോൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇനേർട്ട് ഗ്യാസ് ആണ് കൊടുക്കുന്നത്. ഒരു ഇനേർട്ട് ഗ്യാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനേർട്ട് ഗ്യാസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഓക്സിജൻ അല്ല ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹീലിയം, ആർഗൺ പോലെയുള്ള ഇനേർട്ട് ഗ്യാസസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്സിജൻ സിലിണ്ടർ എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ മാക്സിമം കറന്റ് ആംബിയർ ഇൻ ടിഗ് വെൽഡിംഗ് ഇലക്ട്രോഡ് സൈസ് 4 mm? അപ്പൊ അതിൽ ആൻസർ ആയിട്ട് വരുന്നത് 250 mm എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ്, ഹൗ മെനി സ്റ്റെപ്സ് ഇൻ സ്പോട്ട് വെൽഡിംഗ്? ഓക്കെ, അപ്പൊ അതിൽ സ്പോട്ട് വെൽഡിങ്ങിൽ നമുക്ക് ഇപ്പൊ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എ 2, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 3 ആൻഡ് ഓപ്ഷൻ ഡി 4. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് അതിൽ വരുന്നത് 4 ആണ്. അപ്പൊ 4 സ്റ്റെപ്പ്. ഓക്കെ, സ്പോട്ട് വെൽഡിങ്ങിൽ നമുക്ക് 4 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഓക്കെ, നെയിം ഓഫ് ദ ഇലക്ട്രോഡ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പ്ലാസ്മ കട്ടിങ്. ഓക്കെ, പ്ലാസ്മ കട്ടിങ്ങിന് നമുക്കിപ്പോൾ ഇതിൽ 2% തൊറിയേറ്റഡ് ടങ്സ്റ്റൺ ആണ്. ഓക്കെ, പ്ലാസ്മ കട്ടിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കട്ടിങ് പ്രോസസ് ദ ലീസ്റ്റ് കർവ്? ഓക്കെ, കർവ് ആംഗിള് എന്താ പറയാ ലീസ്റ്റ് കർവ് നമുക്ക് ഇതിൽ വരുന്നത് ഇപ്പൊ നമുക്ക് ഓപ്ഷനിലോ ഓക്സി അസറ്റിൽ പ്ലാസ്മ ആർക്ക്, ലേസർ, ഓക്കെ വാട്ടർ ജെറ്റ് കട്ടിങ്. അപ്പൊ അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ലേസർ ബീം കട്ടിങ് ആണ് വരുന്നത്. ഓക്കെ,
അപ്പോൾ കർപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ മെറ്റീരിയൽ തമ്മിലുള്ള നമുക്ക് ജോയിൻ ചെയ്യുന്ന മെറ്റീരിയൽ തമ്മിലുള്ള അകലത്തിനാണ് നമ്മൾ കർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും കുറവ് കർപ്പുള്ളത്, ലീസ്റ്റ് കർപ്പുള്ളത് നമുക്ക് എന്താണ് ലേസറിനാണ് വരുന്നത്. ലേസർ കട്ടിങ്, ലേസർ മെഷീൻ കട്ടിങ്ങിലൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, ലേസർ ബീം കട്ടിങ്ങിലാണ് നമുക്ക് ഏറ്റവും കുറവ് കർപ്പ് വരുന്നത്. ഓക്കെ, ഇൻ വാട്ടർ കട്ടിങ് ദ ടിപ്പിക്കൽ ഡിസ്റ്റൻസ് ഓഫ് നോസിൽ ഫ്രം ദ വർക്ക് പീസ് ഈസ്. അപ്പൊ ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഓപ്ഷനിലേക്കാളും കുറഞ്ഞ ഒരു വാല്യൂസ് ആണ് നോക്കുമ്പോൾ കാണുന്നത്. ഒരു 3 mm എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് 3.175 എന്ന ഓപ്ഷനിലോട്ട് പോവാം. അപ്പോൾ ആൻസർ കീ വന്നാൽ നമുക്ക് കറക്റ്റ് എന്താണെന്ന് നോക്കാം. അതുവരെ 3.175 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം 3-ന് താഴെ അല്ലെങ്കിൽ 3 ഇപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് അധികം കാണുന്നത് വാട്ടർ കട്ടിങ് ഡിസ്റ്റൻസ് ഓഫ് നോസിലും വർക്ക് പീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണിക്കുന്നത്. അല്ലെങ്കിൽ പക്ഷെ നമുക്ക് ആൻസർ കീ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ഹോൾ ഡ്രിൽഡ് ബൈ ബിവൽ ഗിയർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ. അപ്പൊ നമ്മൾക്കറിയാം ബിവൽ ഗിയർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനിന്റെ നമ്മൾ എന്താണ് കട്ടിങ് ഇപ്പോൾ എന്താണ് മാക്സിമം വരുന്നത് 6 mm ആണ്. ഓക്കെ, which of the following is not a part of power shearing machine? പവർ ഷിയറിംഗ് മെഷീന്റെ പാർട്സ് അല്ലാതെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതില് അപ്പർ കട്ടിങ് എഡ്ജ്, ഡ്രിഫ്റ്റ്, എക്സെൻട്രിക് ഷാഫ്റ്റ് എല്ലാം എന്താണ് പവർ ഷിയറിംഗ് മെഷീന്റെ പാർട്സ് ആണ്. ഓക്കെ, ഷീറ്റ് ഹോൾഡർ അതിലൊരു പാർട്ടായിട്ട് വരുന്നില്ല. അപ്പോ സോറി ഓക്കെ, അതുപോലെ തന്നെ വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് മീഡിയം ഡ്യൂട്ടി പ്രസ് ബ്രേക്ക്. ഓക്കെ, മീഡിയം ഡ്യൂട്ടി പ്രസ് ബ്രേക്കിന്റെ കപ്പാസിറ്റി എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുന്ന സമയത്ത് ഇതിലും ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. ഇതില് 125 മുതൽ 200 വരെ എന്നുള്ളൊരു ഓപ്ഷൻ അല്ല ആൻസർ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതില് വരുന്നത് ഇപ്പോ ഓപ്ഷൻ ബി എന്നതിനോട് മുന്നോട്ട് പോവാം. എന്താണ് ബിറ്റ്വീൻ 150 ആൻഡ് 500 ടൺ എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കീ വന്നിട്ട് ബാക്കി നോക്കാം. ഓക്കെ, what is the size of grooves in grooved roller for a seam closing machine? Okay, അപ്പോൾ ഓപ്ഷൻ എ 2 mm, 3 mm, 4 mm and 5 mm. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ എ ബി സി ഡി വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതിൽ നമുക്ക് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് 3, 4, 5 and 6 mm എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി 3 mm, 4 mm, 5 mm and 6 mm എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. Whichever one of the following is not the part of pyramid type rolling machine? അപ്പൊ ഇതില് ബോഡി ഫ്രെയിം, ഹാൻഡിൽ, ഗിയർ വീൽ എന്നുള്ളതൊക്കെ എന്താണ് പിരമിഡ് ടൈപ്പ് റോളിംഗ് മെഷീന്റെ പാർട്സ് ആണ്. അപ്പൊ അതിൽ പാർട്സ് അല്ലാതെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഗേജ് ആണ് നമുക്ക് വരുന്നത്. വിച്ച് ബഫിംഗ് മെറ്റീരിയൽ ഇസ് യൂസ്ഡ് ഫോർ ഫൈനൽ പോളിഷിംഗ്? അപ്പൊ ബഫിംഗിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് പോളിഷിംഗ് അല്ലെങ്കിൽ ഇതാണ് മെറ്റീരിയൽസ് ആണ് എന്താ റോജർ, ട്രിപ്പോളി, പ്യൂമൈസ്, വൈറ്റിംഗ് ഒക്കെ വരുന്നത്. അപ്പൊ അതിനൊക്കെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മളോട് ഈ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് ഫൈനൽ പോളിഷിങ്ങിനായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നതാണ്. ഫൈനൽ പോളിഷിംഗ് നമുക്ക് വരുന്നത് വൈറ്റിംഗ്. ഓക്കെ, വൈറ്റിംഗ് എന്നുള്ളതാണ് ബഫിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഫൈനൽ പോളിഷിംഗ്. ഫൈനൽ പോളിഷിംഗിനെ നമ്മൾ ഉപയോഗിക്കുന്നത് വൈറ്റിംഗ് എന്ന മെത്തേഡാണ്. വിച്ച് പാർട്ട് ഓഫ് ഹൈഡ്രോളിക് പൈപ്പ് ബെൻഡിങ് മെഷീൻ ഇസ് ഇന്റർചേഞ്ചബിൾ? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഇന്നർ ഫോമർ ആണ്. ഓപ്ഷൻ ബി ഇന്നർ ഫോർമർ ആണ് വരുന്നത്. വിച്ച് ഫോർജിങ് ടൂൾ ഈസ് യൂസ്ഡ് ടു റിമൂവ് ക്ലിങ്കേഴ്സ്? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ബ്ലോവർ, ഓപ്ഷൻ ബി റേക്ക് ആൻഡ് പോക്കർ, ഓപ്ഷൻ സി ടോങ്സ്, ഓപ്ഷൻ ഡി ഷവൽ. അപ്പൊ അതിലെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് ഓപ്ഷൻ സി ടോങ്സ് ആണ് വരുന്നത്. ദ കപ്പാസിറ്റി ഓഫ് പ്രഷർ ഇൻ എ 2-stage compressor ഈസ്? ഓപ്ഷൻ എ 200, ഓപ്ഷൻ ബി 150, ഓപ്ഷൻ സി 500 ആൻഡ് ഓപ്ഷൻ ഡി 2500 PSI ആണ് വരുന്നത്. അപ്പൊ അതിൽ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് 500 PSI ആണ് വരുന്നത്. വിച്ച് ജിഗ് ഈസ് യൂസ്ഡ് വൈൽ ഡ്രില്ലിംഗ് സ്മോൾ പീസ് പാർട്സ്? ഓക്കെ, അപ്പൊ അതിൽ സ്മോൾ പീസ് പാർട്സ് നമുക്ക് ഡ്രിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് പ്ലേറ്റ് ജിഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്ലേറ്റ് ആൻഡ് ചാനൽ ജിഗ്. സൈസ് ഓഫ് റിവറ്റ് ആർ ഡിറ്റർമൈൻഡ് ബൈ? അപ്പോൾ ഡയമീറ്റർ ഓഫ് ഷാങ്ക്,
diameter and length of frank, diameter of rivet head, diameter of ലെങ്ത് ഓഫ് ഷ്രാങ്ക് ഓൺലി. അപ്പൊ അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഡയമീറ്റർ ഓഫ് ഷ്രാങ്ക് ആണ്. ഓക്കെ, ആ ഡയമീറ്റർ വെച്ചിട്ടാണ് ബാക്കി നമ്മൾ എല്ലാ അളവുകളും അതിൽ ബാക്കി വരുന്നത്. ഓക്കെ, റിവറ്റിന്റെ എല്ലാ അളവുകളും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡയമീറ്റർ ഓഫ് ഷ്രാങ്ക് വെച്ചിട്ടാണ്. വാട്ട് ഈസ് ദ ടിൻ ലെഡ് കോമ്പോസിഷൻ റേഷ്യോ ഓഫ് എക്സ്ട്രാ ഫൈൻ സോൾഡർ? അപ്പൊ നമ്മളിതിൽ ഫൈൻ സോൾഡർ, നോർമൽ സോൾഡർ, അങ്ങനെ അപ്പോൾ ഇതാണ് ടിൻ ലെഡ് കോമ്പോസിഷൻ റേഷ്യോ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതില് നമുക്ക് ഇതില് ആൻസർ ആയിട്ട് വരുന്നത് എക്സ്ട്രാ ഫൈൻ സോൾഡറിന്റെ ടിൻ ലെഡ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് 66 to 34 66% ടിൻ ആൻഡ് 34% ലെഡ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എക്സ്ട്രാ ഫൈൻ സോൾഡർ. ഹൗ മെനി ക്ലാസസ് ഓഫ് പില്ലർ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ബ്രേസിംഗ് പ്രോസസ്? അപ്പോൾ ബ്രേസിംഗ് പ്രോസസ്സിൽ നമ്മൾ എന്താ പറയുക, സിൽവർ ആൻഡ് കോപ്പർ. ഓക്കെ, സിൽവർ മെറ്റീരിയൽ അതുപോലെ തന്നെ കോപ്പർ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അതിൽ എന്താ പറയാ, 2 ക്ലാസസ് ആണ് യൂസ് ചെയ്യുന്നത്. വിച്ച് കളർ ഈസ് പെയിന്റഡ് ഇൻ ഓക്സിജൻ സിലിണ്ടർ യൂസ്ഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ്? അപ്പൊ നമുക്ക് അറിയുന്നതാണ്, ഓപ്ഷൻ ബി ആണ്, ബ്ലാക്ക് കളറിലാണ് എന്ത് ഓക്സിജൻ സിലിണ്ടർ. വാട്ട് ഈസ് ദ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ ഫോർ ഗ്യാസ് കട്ടിംഗ്? 875 മുതൽ 900 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഓക്കെ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്? അപ്പോൾ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് 6000 എബോവ് ടെമ്പറേച്ചർ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ നമുക്ക് ആ ഒരു റേഞ്ച് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കൊന്നുകൂടി ആൻസർ കീ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളത്. Okay, the central member of aluminum door frame is option A single partition, option B door top and bottom, option C interlock shutter, option D door mullions. അപ്പോൾ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, door mullions. The included angle of British standard with worth thread എന്ന് വെച്ചാൽ BSW ത്രെഡിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ അതില് 55, 40, 47.5, 60 ആൻഡ് 70 ഡിഗ്രി വരുന്നുണ്ട്. നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 55 ഡിഗ്രി ആണ് വരുന്നത്. വാട്ട് ഈസ് ഐഡിയൽ ടെമ്പറേച്ചർ ഓഫ് സ്പ്രേ പെയിന്റിംഗ്? 37 ഡിഗ്രി, 40, 24, 18. അപ്പൊ ഇതിൽ ആൻസർ, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത്, അപ്പൊ ഐഡിയൽ ടെമ്പറേച്ചർ ഫോർ സ്പ്രേ പെയിന്റിംഗ് എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. റേഡിയേറ്റഡ് ട്യൂബ്സ് ആർ മെയ്ഡ് ഓഫ്. ഓക്കെ, റേഡിയേറ്റർ ട്യൂബ് എന്ത് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ മൈൽഡ് സ്റ്റീൽ, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി ടിൻ, ഓപ്ഷൻ ഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പൊ ഇതിൽ നമുക്ക് ഓപ്ഷൻ ബി ആണ് വരുന്നത്, കോപ്പർ ആണ്. ഹീൽ ഷേപ്ഡ് ഡോളി ഈസ് യൂസ്ഡ് ഫോർ? ഹീൽ ഷേപ്ഡ് ഡോളി നമ്മൾ ഉപയോഗിക്കുന്നത് റിമൂവ് മൈനർ ഡെൻസ് ഓൺ കാർ ബോഡീസ്, അല്ലെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഓട്ടോമൊബൈലിന്റെ എന്താ പറയുക ഡെന്റ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ബോഡീസിലെ ഓട്ടോമൊബൈൽ ബോഡീന്റെ എന്താ പറയുക ഡെന്റ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ത് ഹീൽ ഷേപ്ഡ് ഡോളീസ് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ. ഓക്കെ, സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ് വരുന്നത്. അതുപോലെ തന്നെ വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് 1/3πr²h ആണ് വരുന്നത്. വോളിയം ഓഫ് കോൺ എന്ന് പറയുമ്പോൾ 1/3πr²h ആണ്. ദ ട്രിഗണോമെട്രി റേഷ്യോ ഓഫ് cos 30 ഡിഗ്രി ഈസ് cos 30 നമുക്ക് വരുന്നത് √3/2 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. സർഫസ് പ്രിപ്പറേഷൻ മെത്തേഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലൈറ്റ് സ്റ്റീൽ വർക്ക്. ഓക്കെ, അതിലെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. നമുക്കത് എന്താ പറയാ ആൻസർ കീ വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഗാൽവനൈസിങ് പ്രോസസ്, തിക്നെസ് ഓഫ് കോട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ എന്താ പറയാ 0.0003 എന്ന് പറഞ്ഞ വളരെ ചെറിയൊരു വാല്യൂ ആണ് വരുന്നത് നമുക്ക്. അത് ഇഞ്ചിൽ തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് ആ ഒരു ഇതിൽ വരുന്നില്ല. അപ്പോൾ പക്ഷെ 0.32 എന്ന് പറഞ്ഞൊരു വാല്യൂ വരുന്നല്ലാതെ പക്ഷെ ആ ഒരു റേഞ്ചിലേക്ക് വരുന്ന ഒരു വാല്യൂ ഇതിൽ വരുന്നില്ല. വളരെ
തിക്നെസ് കുറഞ്ഞ രീതിയിലാണ് അല്ലെങ്കിൽ മൈക്രോൺ ലെവലിലാണ് എന്ത് ഗാൽനൈസിങ് അല്ലെങ്കിൽ ഗാൽനൈസിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്താ പറയാ ആൻസർ ഇതും കീ വന്നതിന് ശേഷമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. A thin sheet of corrosion resisting metal is placed on steel is to be protected is known as. അപ്പോൾ ഇതില് ആൻസർ ആയിട്ട് വരുന്നത് ക്ലാഡിംഗ് ആണ്. ക്ലാഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റിംഗ് മെറ്റൽ, കൊറോഷൻ റെസിസ്റ്റൻസ് മെറ്റീരിയൽ എന്ത് ചെയ്യും, ഷീറ്റിന്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അലുമിനിയം സെക്ഷൻസ് ആർ മാനുഫാക്ചർഡ് ബൈ. ഓക്കെ, അലുമിനിയം സെക്ഷൻ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഫോർജിങ്, ഓപ്ഷൻ ബി എക്സ്ട്രൂഷൻ, ഓപ്ഷൻ സി കാസ്റ്റിംഗ്, ഓപ്ഷൻ ഡി എംബോസിങ്. അപ്പൊ അത് നമുക്ക് വരുന്നത് എന്താണ്, ഓപ്ഷൻ ബി ആണ്, എക്സ്ട്രൂഷൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എന്താ പറയാ ഈ ഒരു എക്സാമിന്റെ ഇപ്പോ ഏകദേശം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, കീ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് നമുക്ക് വേണം പറയാം ഇപ്പോൾ നടന്നതിൽ വെച്ചിട്ട്. കാരണം കൂടുതലായിട്ടും നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു എക്സാമിന് വളരെ കൂടുതലായിരുന്നു. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ നമുക്കതിന് ബാക്കി നോക്കാം. ബാക്കി നമുക്ക് PSC യിൽ നിന്ന് അവരുടെ ആൻസർ കീ വന്നിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.